എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായം, ആ 6-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ 11-12 വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ വായിക്കുകയാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 12, 11 and 12 പ്ലീസ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗം, നിങ്ങളുടെ കയ്യിൽ ബൈബിള് തുറന്ന ഒരു വേദപുസ്തകം വളരെ അത്യാവശ്യമായിട്ടുണ്ടാകണം. ബൈബിൾ ഇല്ലെങ്കിൽ ഫോണിനകത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്ന കാര്യം ബൈബിളിൽ നിന്ന് മാത്രമേ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കത് ക്ലിയർ ആകും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ എഫേഷ്യൻസ് ചാപ്റ്റർ 6, വിശുദ്ധ തിരുവെഴുത്തിനകത്ത് അതിന്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് പ്രത്യേകിച്ച് പൗലോസ് പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. ഒടുവിൽ, ആ അവസാന കാലഘട്ടങ്ങളിൽ, അന്ത്യകാലഘട്ടങ്ങളിൽ, ഒടുവിലത്തെ നാളുകൾ, ആ കാലഘട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ശേഷം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞതിന് ശേഷം ഒടുവിൽ പറയുന്ന രണ്ട് രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം, രണ്ട് രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒന്നുകിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് പറയുന്നത് ആദ്യ ഭാഗങ്ങളിൽ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ, അഥവാ 5 മുതലല്ല, 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ട് 10-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് പറയുന്നത് ഫൈനലി ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പൊ അതിനു മുൻപ് അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അപ്പോസ്തലൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒരു മറുഭാഗം കൂടെ പറയാമോ? ഫൈനലി എന്നുള്ളതിന് ഒടുവിൽ, അന്ത്യകാലഘട്ടത്തിൽ, അവസാന നാളുകൾ അടുക്കും തോറും, ആ അവസാന നാളുകളിലേക്ക് നാം വരും തോറും കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഈ ലോകം മുഴുവൻ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവ് അതിവിദൂരമല്ല. നമ്മളൊരു അന്ത്യകാലഘട്ടത്തിൽ നിൽക്കുന്നവരാണ്. നമ്മൾ അന്ത്യകാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നതും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നതും. ഏതു സമയവും കാഹളം ധ്വനിക്കാം, ഏതു സമയവും ഉൽപ്രാപണം നടക്കാം, ഏതു സമയവും വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടാം, ഏതു സമയവും കർത്താവ് മടങ്ങി വരാം. അതേത് സമയമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞ തൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ താൻ അറിയിച്ച ലക്ഷ്യങ്ങളും ലക്ഷണങ്ങളും നാം ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം, ആ ദൈവശക്തിയാൽ നിങ്ങൾ നിറയണം എന്ന് പറഞ്ഞിട്ട് 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് നിങ്ങൾ ദൈവത്തിന്റെ സർവായുധ വർഗത്തെ നിങ്ങൾ ധരിക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഇവിടെ നമുക്ക് പോരാട്ടം ഉണ്ട് എന്നുള്ളത്, ഒരു ഫൈറ്റിംഗ് ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ്ലീഹ തന്റെ നിര്യാണ കാലം അടുത്തപ്പോൾ നീറോ ചക്രവർത്തിയുടെ ഈർച്ചവാൾ തന്റെ കഴുത്തിൽ കയറുന്നതിന് മുൻപ് തന്റെ തൂലിക ചലിപ്പിച്ച ആത്മാവിൽ താൻ എഴുതിയത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം ഞാൻ കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, അവനിൽ പ്രിയം വെച്ചിരിക്കുന്ന, അവനിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ എന്ന് പൗലോസ് പറഞ്ഞതിന്റെ കാരണം, അവിടെ ഇംഗ്ലീഷിൽ ഒരു ഗുഡ് ഫൈറ്റിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്.
പൗലോസിന് ഉണ്ടായ ഫൈറ്റിംഗ് ഒരു ഗുഡ് ഫൈറ്റ് ആയിരുന്നു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് അത് വളരെ വ്യക്തമാകുന്നത്. അതൊരു ഗുഡ് ഫൈറ്റ് ആയിരുന്നു, അതൊരു ബാഡ് ഫൈറ്റ് അല്ല. അപ്പോ ആ പോരാട്ടം ഒന്നും പൗലോസിനെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്നത് പോലെ വലിയ, നമ്മൾ പറയത്തില്ല ജീവൻ മരണ പോരാട്ടമാ എന്റെ ബ്രദറെ, എന്തുവാന്ന് എനിക്കറിയത്തില്ല, അന്ന് എന്തോ ഒരു പോരാട്ടം, അച്ചാമിണ്ടുന്നില്ല റബ്ബറെ പാലില്ലെന്നൊക്കെ പറയുന്ന ആ കേസല്ല. സ്തോത്രം, എന്റെ വരുമാനങ്ങളെല്ലാം അങ്ങ് അടഞ്ഞു, ദൂരം പോരാട്ടം, ആ പോരാട്ടം അല്ല ഈ പറയുന്നത്. പൗലോസ് അനുഭവിച്ച അതിശക്തമേറിയ ഫൈറ്റിംഗ് തന്റെ ശുശ്രൂഷയുടെ മുകളിലുള്ള ആ ഫൈറ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി ഇന്നലെ രാത്രിത്തെ മെസ്സേജിൽ അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ ജീവിത അനുഭവങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചിരുന്നു. എവിടെയായിരുന്നു പൗലോസ് ഫൈറ്റിംഗ് അനുഭവിച്ചത്? എപ്പോഴാണ് പൗലോസ് 3 തവണ ദൈവത്തോട് നിലവിളിച്ചത്? ആ നിലവിളിയുടെ നടുവിൽ എന്താണ് അപ്പോസ്തലനോട് ദൈവം പറഞ്ഞത്? ഇതെല്ലാം ഇന്നലെ രാത്രിയിൽ സവിസ്തരമായി നാം കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ നമുക്ക് പോരാട്ടമുണ്ട്. അത് മനുഷ്യരോടല്ല, അത് ജഡരക്തങ്ങളോടല്ല, അത് വ്യക്തികളോടല്ല, വസ്തുക്കളോടല്ല. വ്യക്തികളോടോ വസ്തുക്കളോടോ അല്ല നമുക്ക് പോരാട്ടമുള്ളത്. പിന്നെ ആരോടാണ്? സ്തോത്രം, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിലുള്ള സ്തോത്രം ദുഷ്ടാത്മസേന, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്, അന്ധകാരത്തിന്റെ ലോക അധിപതികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഇവിടെ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് ലീഗ അതിപ്രധാനപ്പെട്ട 3 മേഖലകളെ കുറിച്ച് പറഞ്ഞിട്ടാണ്, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ഏതൊക്കെയോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുകയാണ് ഫൈനലി, ഒടുവിൽ എന്ന് പറയുന്നത്. 2-ാമത്തെ അർത്ഥം, നമ്മളെല്ലാവരും ഒരു അന്ത്യകാലഘട്ടത്തിലായിരിക്കുന്നു, കർത്താവിന്റെ ആത്മാവിനാൽ നാം ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇത് പറയുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞത്? ആ ഭാഗമാണ് നിങ്ങൾ വായിക്കേണ്ടത്, ആ ഭാഗമാണ് നിങ്ങൾ എഴുതേണ്ടത്, ആ ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ ഭാഗമാണ് നമ്മളുടെ ഫൈറ്റിംഗ് ഏരിയ, നമ്മുടെ യുദ്ധക്കളം. നമ്മൾ എവിടെയാണ് പോരാട്ടം അനുഭവിക്കുന്നത്? ഒരു ദൈവ പൈതൽ, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, ഒരു പാസ്റ്റർ, ഒരു ബിലീവർ, ആരുമാകട്ടെ, ആ വ്യക്തിത്വം ഏതൊക്കെ മേഖലകളിലാണ് വലിയ പിരിമുറുക്കങ്ങൾ, ആത്മീയ യുദ്ധങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കുന്നത്? ആ 3 മേഖലകൾ നമ്മളൊന്ന് വായിക്കുകയും എഴുതുകയും ചെയ്യാൻ പോകുകയാണ്. നമ്പർ 1, ഇതേ അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, അതിന്റെ സ്തോത്രം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഭാര്യമാരെ, കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും പാലിക്കേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്ത ബോധങ്ങൾ, അവർ പരസ്പരം നിർവഹിക്കേണ്ട കാര്യങ്ങൾ, ഇത് അപ്പോസ്തലനായ പൗലോസ് ലീഗ ആദ്യം എടുത്തു പറയുന്നു. 1-ാമത്തെ മേഖല ഏതാണ്? ഭാര്യ ഭർത്തൃബന്ധം. പറഞ്ഞേ, ഭാര്യ ഭർത്തൃബന്ധം അല്ലെങ്കിൽ കുടുംബം. ഒന്ന് പറയാമോ? കുടുംബം. 1-ാമത്തെ മേഖല ഏതാണ്? കുടുംബം. ഇനി 6-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, മതി പാസ്റ്റർ, താങ്ക് യു. അതോട് വായിച്ച പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും പോറ്റി വളർത്തുകയും. 2-ാമത്തെ മേഖല എഫേസ്യർ 6-ന്റെ 1, 2, 3, 4 വാക്യങ്ങൾ. 2-ാമത്തെ മേഖല മക്കളും മാതാപിതാക്കളുമായുള്ള ബന്ധം. 1-ാമത്തെ മേഖല ഏതാണ്? ഭാര്യ ഭർത്തൃബന്ധം. 2-ാമത്തെ മേഖല ഏതാണ്? അപ്പോസ്തലൻ പറയുന്നത് മക്കളും
മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, അവർ പരസ്പരം ചെയ്യേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ. മക്കൾ എന്ത് ചെയ്യണം? മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. എന്തിനു വേണ്ടി? നന്മയുണ്ടാകാനും അവർക്ക് ഭൂമിയിൽ ദീർഘായുസ് ലഭിക്കാനും. നേരെ തിരിച്ച് 4-ാമത്തെ വാക്യത്തിൽ മാതാപിതാക്കളോട് പറയുന്നു, പിതാക്കന്മാരെ, പേരൻസിനോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. പേരൻസിനോട് പറയുകയാണ്, പിള്ളേരോട് മെക്കിട്ട് കയറാൻ നിൽക്കരുത്, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം എടുത്തിട്ട് അടിക്കാൻ നിൽക്കരുത്, അവരെ നിങ്ങൾ വെറുതെ ചൂടാക്കരുത്. നമ്മൾ ഈ ആദ്യത്തെ വാക്യം പറഞ്ഞ പിള്ളേരോട് എതിർത്ത് നിൽക്കുന്നേ. നിനക്കറിയാവടാ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അപ്പനെയും അമ്മയും ബഹുമാനിച്ചാലേ നിനക്ക് ആയുസ് ഉണ്ടാകൂ, ആരോഗ്യം ഉണ്ടാകൂ, അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ലെങ്കിൽ എന്ത് സംഭവം, ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്നാൽ താഴെ വേറൊരു വാക്യം കൂടെ കിടപ്പുണ്ട്. പിതാക്കന്മാരെ, പേരൻസിനോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തും. അപ്പോൾ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് 2-ാമത്തെ ഏരിയ. ഇനി 3-ാമത്തെ മേഖല ഏതാണെന്ന് ഞാൻ പറയാം. അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ദാസന്മാരെ, ജഡപ്രകാരം യജമാന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോട് സേവിച്ചുകൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുകയും. 3-ാമത്തെ മേഖല എന്ന് പറയുന്നത് സ്ലേവ്സ് ആൻഡ് മാസ്റ്റേഴ്സ്, യജമാനന്മാരും താഴെ നിൽക്കുന്ന ജോലിക്കാരും, ബോസും ബോസിന്റെ കൂടെ പണിയെടുക്കുന്നവരും. അപ്പൊ ബോസ് എന്താ ചെയ്യേണ്ടത്? പണിയെടുക്കുന്നവൻ എന്താ ബോസിനോട് ചെയ്യേണ്ടത്? ബോസിന്റെ കൂടെ നിൽക്കുന്നവരോട്, അല്ലെങ്കിൽ യജമാനന്റെ കൂടെ നിൽക്കുന്നവരോട് യജമാനന്റെ മനോഭാവം എന്നായിരിക്കണം? ഈ യജമാനന്റെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ മനോഭാവം എന്തായിരിക്കണം എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ യജമാനന്മാരോട്, അതോറിറ്റിയിൽ അധികാരത്തിലിരിക്കുന്നവരോട്, നിങ്ങൾക്ക് മീതെ ഉള്ളവരോട് ദൈവം പറയുന്നത്, യജമാനന്മാരെ, സീനിയർ പാസ്റ്ററെ, അല്ലെങ്കിൽ ബോസേ, കമ്പനിയുടെ ചെയർമാനെ, അവരുടെയും നിന്റെ കൂടെ പണിയെടുക്കുന്നവന്റെയും നിന്റെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. നിന്റെ കൂടെ നിൽക്കുന്നവനെയൊക്കെ കാണിച്ചു തരും എന്നൊക്കെ ഭീഷണി പറയുമ്പോൾ മേളിൽ ഇരുന്ന് ഒരുത്തൻ ഇതെല്ലാം കാണുന്നുണ്ട്. 2 പേർക്കും അപ്പായ ഒന്നാണ്, നിന്നെ 2 പേരെയും കസ്റ്റഡിയിൽ എടുക്കും പുള്ളി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോ ദാസനും യജമാനും തമ്മിലുള്ള ബന്ധം. ഇനി താഴെക്കട നിൽക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഈ മലയാളികളെയൊക്കെ നമ്മൾ ജോലിക്കെടുത്താൽ, മലയാളിയെ നമ്മളൊരു സ്ഥലത്ത് ജോലിക്കെടുത്താൽ മലയാളിക്ക് ആദ്യം അറിയേണ്ടത് മുതലാളിക്ക് എന്തോ ലാഭം കിട്ടുമെന്ന്. മലയാളി ആദ്യം അന്വേഷിക്കുന്ന എന്തുവാ? മലയാളിയെ ജോലിക്ക് എടുത്താൽ മലയാളി ആദ്യം അന്വേഷിക്കുന്ന മുതലാളിക്ക് എന്തുവാ ലാഭം കിട്ടുന്നതെന്ന് അന്ന് മുതൽ അവന്റെ ചിന്ത. അതിനനുസരിച്ച് അടുത്ത ദിവസം മുതൽ അവന്റെ ചൂടുവെപ്പുകളല്ല. പ്രൈസ് ഗോഡ്, ഇല്ലേ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 പ്രധാനപ്പെട്ട മേഖല, ഈ 3 പ്രധാനപ്പെട്ട ഏരിയ. 1-ാമത്തെ മേഖല ഏതാണ്? ഭാര്യമാരും ഭർത്താക്കന്മാരും, കുടുംബം. 2-ാമത്തെ മേഖല ഏതാണ്? മക്കളും മാതാപിതാക്കളും. 3-ാമത്തെ മേഖല ഏതാണ്? ദാസന്മാരും യജമാനന്മാരും. ഇത്രേ ഉള്ളൂ ജീവിതം. ഈ പറയപ്പെട്ട 3 കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നിങ്ങളുണ്ട്. ഒന്നീ നിങ്ങളൊരു ഭാര്യയാണ്, അല്ലേ നിങ്ങളൊരു ഭർത്താവാണ്. ഒന്നീ നിങ്ങൾ ഒരു മകനാണ്, അല്ലേ നിങ്ങളൊരു മക്കളാണ്. ഒന്നെങ്കിൽ നിങ്ങളൊരു ദാസനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു യജമാനനാണ്. ഒന്നെങ്കിൽ നിങ്ങളൊരു അപ്പയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാണ്. ഇത്രയാണ് മനുഷ്യന്റെ ഈ 3 മേഖലകളിലൂടെ മാത്രമാണ് 90 വയസ്സ് വരെ ജീവിച്ചാലും നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിനപ്പുറത്ത് നമുക്ക് ദൂതനാകാൻ പറ്റുകയല്ലോ. പ്രൈസ് ഗോഡ്. എന്റെ ഭർത്താവ് വരുന്നുണ്ട്, പുള്ളിയുടെ പേര് മൈക്കിൾ എന്നാ. പുള്ളിയുടെ പേര് മൈക്കിൾ എന്നാന്ന് കരുതി മറ്റേ മൈക്കിൾ ആവൂ? ഏതാ? മീകായലാവൂ? ആവത്തില്ല. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ 3 ഏരിയയേ ഉള്ളൂ. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃബന്ധം. രണ്ടാമത്തെ മേഖല മക്കളും മാതാപിതാക്കളും, അല്ലെങ്കിൽ മാതാപിതാക്കളോട് മക്കളും, മക്കളോട് മാതാപിതാക്കളും. മൂന്നാമത്തെ ഏരിയ ദാസന് യജമാന്. എവിടെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്നവരാ, നിങ്ങളുടെ കമ്പനിയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് മീതെ ആരെങ്കിലും കാണും. പ്രൈസ് ഗോഡ്. അല്ല, നിങ്ങളൊരു കമ്പനി നടത്തുന്ന ആളാന്നിരിക്കട്ടെ, നിങ്ങളൊരു കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മീതെ ആരെങ്കിലും കാണും. അത് ഉറപ്പായിട്ടും കാണും. നിങ്ങളുടെ കൂടെ പണിയെടുക്കുന്നവർ കാണും. ഇല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമസ്ത മേഖലകളെയും 3 വിഷയത്തോടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് 140 വാക്യത്തിന് ശേഷം എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം തുടങ്ങി 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വരെ 140 വാക്യമുണ്ട്. ഈ 140 വാക്യത്തിന് ശേഷമാണ് പൗലോസ് പറയുന്നത്, ഫൈനലി, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ എവിടെയാ നമ്മുടെ ബാറ്റിൽ ഫീൽഡ്? എവിടെയാ നമ്മുടെ യുദ്ധഭൂമി എന്ന് പറയുന്നത്? ഈ പറയപ്പെട്ട മേഖലയിലാ. പിശാച് എവിടെയാ കളിക്കുന്നേ? എല്ലാവർക്കും ഒരു ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ മാറണം. സാത്താൻ എവിടെയാ കളിക്കുന്നേ? സാത്താൻ എപ്പോഴും പ്രവർത്തിക്കുന്നത്, പിശാച് എപ്പോഴും പ്രതിസന്ധികൾ അഴിച്ചുവിടുന്നത്, പിശാച് എപ്പോഴും തകർക്കാൻ ശ്രമിക്കുന്നത് കുടുംബങ്ങളെയാണ്, ഭാര്യ ഭർത്തൃബന്ധത്തെയാണ്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ യജമാനനും നിങ്ങളും തമ്മിലുള്ള, ബോസും നിങ്ങളും തമ്മിലുള്ള വിഷയത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മീതെ ഉള്ളവരും നിങ്ങളും തമ്മിലുള്ള വിഷയത്തിലാണ് എപ്പോഴും സാത്താൻ പ്രതിസന്ധികൾ, തിന്മകൾ വിതയ്ക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ 3 മേഖലകളെയും ഇന്നത്തെ വചന കേൾവിയിലൂടെ പ്രാർത്ഥനയോടെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അവരാണ് ഫൈനലി പൗലോസിനെ പോലെ പറയാൻ കഴിയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം ഞാൻ കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഒന്ന് എടുക്കുകയാണ്. ഭാര്യ ഭർത്തൃബന്ധം അഥവാ കുടുംബം എന്ന വിഷയത്തിൽ എല്ലാവരും വായി തുറന്ന് പറഞ്ഞ് കുടുംബം. ഈ ആദ്യം മുതൽക്ക് തന്നെ സാത്താൻ ഫോക്കസ് ചെയ്തത്, അല്ലെങ്കിൽ അന്ധകാര ശക്തി തകർക്കുവാനായി ശ്രമം നടത്തിയത് കുടുംബത്തെയാണ്. അവൻ എപ്പോഴും കുടുംബങ്ങളോട് ശത്രുതയുണ്ട്. കുടുംബത്തിനകത്ത് സ്വസ്ഥത കളയുക, കുടുംബത്തിനകത്ത് അവിശ്വാസം, സംശയം, തിന്മകൾ വിതയ്ക്കുക, കുടുംബജീവിതത്തെ സ്വസ്ഥതയോടെ കൊണ്ടുപോകാതിരിക്കുക. ഇങ്ങനെ പൈശാചിക ശക്തികൾ, അത് ഒരു പ്രത്യേക കൂട്ടത്തിൽ മാത്രമല്ല. നിങ്ങൾ ചിന്തിക്കരുത്, പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവരുടെയും പ്രാർത്ഥിക്കാത്തവരുടെയും ഒക്കെ ജീവിതത്തിൽ. നമ്മൾ കരുതും, ഓ അവരങ്ങനെ ഡിവോഴ്സ് ആയി പോയത്, അവർക്ക് അങ്ങനെ സംഭവിച്ചത്, അവന്റെ കുടുംബം തകർന്നു പോയത് അവൻ ദൈവത്തെ അറിയാതെ ജീവിച്ചോണ്ടാ. ഞാൻ പറയട്ടെ, ദൈവത്തെ അറിഞ്ഞു ജീവിച്ചു എന്ന് പറയുന്ന, ദൈവികമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ വലിയ വലിയ വ്യക്തിത്വങ്ങളുടെ കുടുംബജീവിതത്തെ പിശാച് ടാർഗറ്റ് ചെയ്തു, സാത്താൻ തകർത്തു. നമ്മൾ ആ വ്യക്തികളെ അല്ല കുറ്റം പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ ആൾക്കാരുടെ പ്രശ്നം ആ വ്യക്തികളെ തേജോവധം ചെയ്ത് കളയുകയാണ്. എന്നാൽ ആ വ്യക്തിപരമായി തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു യുദ്ധമുണ്ട്. ആ വ്യക്തിപരമായി തന്റെ കുടുംബ ജീവിതത്തിൽ അനുഭവിച്ച ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള വഴി തന്റെ മുമ്പിൽ ഇല്ലാത്തതിനാലും, ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ തനിക്ക് കഴിയാതെ പോയതിനാലും ആ ഫൈറ്റിങ്ങിനകത്ത് താൻ പെട്ടുപോയതാണ്. എന്നാൽ ഇന്നു രാത്രിയിൽ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ സ്വസ്ഥതയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ പോരാടുന്ന എല്ലാ ദുഷ്ടാത്മ സേനയുടെ മേലും, എല്ലാ പൈശാചിക വ്യാപാരങ്ങളുടെ മേലും, ബന്ധങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന, ഓ ഹല്ലേലൂയ, റാം ഷോർ ധേമാരാഗാംതേ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്ന് രാത്രി എനിക്ക് പ്രേരണ തരികയാണ്. ബന്ധങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന ഭാര്യ ഭർത്തൃബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, നിന്റെ ദൈവദാസനുമായിട്ടുള്ള ബന്ധം, നിന്റെ കൂടെ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധങ്ങളെ ഉലച്ചു കളയുവാൻ, ബന്ധങ്ങളെ തകർത്ത് കളയുവാൻ, ബന്ധങ്ങളെ ശിഥിലമാക്കി കളയുവാൻ, ബന്ധനകർത്താവായ പിശാച് അതിന്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറുന്നെങ്കിൽ, കുഞ്ഞാടിന്റെ രക്തത്താലും അവന്റെ മാറ്റമില്ലാത്ത വചനത്താലും ഇന്ന് രാത്രി ഒരു ജയം ഉണ്ടാകണം. ഹല്ലേലൂയ. ആ ജയം ഉണ്ടാകണമെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായ, നാം അറിയേണ്ടതായ ചില മേഖലകളുണ്ട്. പ്രൈസ് ഗോഡ്. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. ഈ ജനം എന്തുകൊണ്ടാണ് നശിച്ചു പോയത്? ദർശനമില്ലായകയാൽ ഈ ജനം നശിച്ചു പോയിരിക്കുന്നു. വെളിപ്പാടില്ലായകയാൽ ഈ ജനം നശിച്ചു പോയിരിക്കുന്നു. അവർക്ക് ദൈവവചനത്തിലെ ആഴമേറിയ അനുഭവങ്ങളില്ലായകയാൽ ഈ ജനം നശിച്ചു പോയിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ആയിരക്കണക്കിന് കൗൺസിലർമാർ നിങ്ങളെ കൗൺസിൽ ചെയ്യുന്നതിനേക്കാളും അനേകമായിരങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ച് ഇടയ്ക്ക് കയറി നിൽക്കുന്നതിനേക്കാളും ഇരുവാഴ്ചയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനത്തിന് നിന്റെ കുടുംബത്തെ ചെത്തി മിനുക്കി പണിതുയർത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്തെ മേഖല അതാ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോ തിമോഥെയോസിനോട് പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തെ നന്നായി നയിക്കുവാൻ അറിയാത്തവൻ ദൈവത്തിന്റെ സഭയെയും ദൈവത്തിന്റെ ജനത്തെയും എങ്ങനെ നയിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അത് കുറ്റപ്പെടുത്തിയ ഒരു ചോദ്യമല്ല പൗലോസ് ചോദിച്ചത്. അത് വിമർശിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമല്ല, മനസ്സിലാക്കിക്കൊണ്ടുള്ള, ആ വ്യക്തിത്വങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് പൗലോസ് ചോദിച്ചത്. ഒരു കുടുംബത്തെ പോലും, ആ ഭാര്യയും രണ്ട് പിള്ളേരെ പോലും മര്യാദയ്ക്ക് ചൊവ്വേ കൊണ്ടുപോകാൻ കഴിയാതെ പോയ ഈ മനുഷ്യന് എങ്ങനെ ദൈവസഭയ്ക്കൊരു മാതൃകയായിരിക്കുവാൻ കഴിയും? എങ്ങനെ ദൈവസഭയെ നയിക്കുവാൻ കഴിയും എന്ന ഉദ്ദേശത്തിലാണ് പൗലോസ് അത് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യം വളരെ ശരിയായ ചോദ്യം തന്നെയാണ്. കാരണം ഞാനും നിങ്ങളും ഓരോരുത്തരും ഈ ഭൂമിയിൽ പ്രകാശിക്കുന്ന ജ്യോതിസുകളാണ്, വിളക്കുകളാണ്, മാതൃകയുള്ള ജീവിതം നയിക്കേണ്ട വ്യക്തിത്വങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ കയറി കളിക്കുന്ന, കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന, കുടുംബജീവിതത്തെ ഉലച്ചു കളയാൻ നോക്കുന്ന, ബന്ധങ്ങളെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മേഖലകളെ ഇന്ന് രാത്രി നമുക്ക് ജയിക്കാം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അതിന് ഒന്നാമതായിട്ട് വേണ്ടത് എന്നാണെന്നറിയാമോ? അതിനൊന്നാമതായിട്ട് വേണ്ടത് ദൈവികമായ ഒരു ക്രമമാണ്. ആ ദൈവികമായ ക്രമത്തിൽ നാം നിൽക്കുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമാകുന്നത്. ബിക്കോസ് നമ്മുടെ ദൈവം ക്രമത്തിന്റെ ദൈവമാണ്, ക്രമം തെറ്റിക്കുന്ന ദൈവമല്ല. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളൊക്കെ ദൈവം വിടുവിച്ചു, വേർതിരിച്ചു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും കൊണ്ടുവന്നു. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ബൈബിളിൽ എല്ലാറ്റിനും ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട്. സഭയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട്. ശുശ്രൂഷകളിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട്. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, സകലതും ചന്തമായും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ആ ഓർഡർ, ആ ക്രമം തെറ്റിപ്പോകരുത്. ഒരു പുസ്തകം, നിങ്ങളൊരു ബുക്ക് എടുത്ത് നോക്കിയേ, നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് 1503 പേജ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ 504 പേജ് എന്ന് പറയുന്നു. ഈ 504 പേജിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ 503 പേജ് കഴിയണം. 503 പേജിന്റെ ഇടയിൽ 249 പേജ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ തെറ്റിയോന്ന് പറഞ്ഞ് വീണ്ടും പുറകോട്ട് പോകും, അല്ലെ മുന്നോട്ട് പോകും. കാരണം എല്ലാം ആ പുസ്തകം പോലും കുത്തിക്കെട്ടി വെച്ചിരിക്കുന്നത് ഒരു ക്രമത്തിലാണ്. എത്ര പേർക്ക് ഞാൻ ഇത് പറയുന്ന ഏറ്റെടുക്കാൻ കഴിയുന്നു? എല്ലാത്തിനകത്തും ദൈവം ഉദ്ദേശിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ക്രമമുണ്ട്. ഈ ക്രമം തെറ്റുമ്പോഴാണ് അത് അതിക്രമമാകുന്നത്. അതിക്രമങ്ങളാണ് പലപ്പോഴും ആക്രമങ്ങളാകുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ എങ്ങനെ നമുക്ക് ആ ദൈവിക ക്രമത്തിലേക്ക് വരാം? ഒരു വാക്യം കർത്തൃദാസൻ വായിക്കുക. 2 രാജാക്കന്മാർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 2 Kings chapter 20 word 1 and 2 please. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യന് മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് പറയുകയാണ്, നിന്റെ ഗൃഹകാര്യത്തെ നീ ക്രമത്തിലാക്കുക. Thus says the Lord, set your house in order, for you shall set your house in order. നിന്റെ വീടിനെ
നിന്റെ ഭവനത്തെ നീ ക്രമത്തിലാക്കുക, ഇല്ലെങ്കിൽ നീ ശേഷിക്കത്തില്ല. ഇല്ലെങ്കിൽ നീ എത്ര വലിയ രാജാവെങ്കിലും, എത്ര വലിയ പ്രഭുവെങ്കിലും, എത്ര വലിയ മനുഷ്യനെങ്കിലും അത് നിനക്കൊരു ബ്ലെസ്സിങ് ആകത്തില്ല. പ്രൈസ് ഗോഡ്. മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. സ്തോത്രം. നിന്റെ വീട്ടുകാര്യങ്ങളെ നീ പെട്ടെന്ന് ക്രമീകരിക്കുക, ക്രമത്തിലാക്കുക. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക. നിന്റെ കുടുംബത്തെ നീ ക്രമത്തിലാക്കുക. ഇവിടെ ആ ഭവനത്തെ ക്രമത്തിലാക്കുക എന്ന് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അത് വെറുതെ ഒരു പ്രവചനമല്ല. യഹോവ അരുളി ചെയ്യുന്നെന്നാ പറഞ്ഞേ. ആരാ വീട്ടുകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞേ? വീട്ടുകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞത് യെശയ്യാവല്ല, യെശയ്യാവിനോട് യഹോവയാ പറഞ്ഞേ പോയി ചെന്ന് പറയാൻ. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ ഒരു ദൂതിന്റെ മുമ്പിൽ പുള്ളി ഭയന്നുപോയി, പുള്ളി പേടിച്ചു പോയി. ആ ചുവരിന്റെ നേരെ മുഖം തിരിച്ച് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ അറിയാം, എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടുപോകുന്നതിന് മുൻപ്, ഈ ദൂത് പറഞ്ഞ പ്രവാചകൻ ആ നടുമുറ്റം വിടുന്നതിന് മുൻപ് യഹോവയുടെ അരുളപ്പാട് പെട്ടെന്ന് വീണ്ടും യെശയ്യാവിനുണ്ടായിട്ട് ആമീൻ ഇങ്ങനെ പറയുകയാണ്, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3 ദിവസം നീ യഹോവയുടെ ആലയത്തിൽ മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഹല്ലേലൂയ. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിനക്ക് 15 വർഷവും കൂടെ ആയുസ് തരാൻ പോവാ. ഞാൻ നിനക്ക് 15 വർഷവും കൂടെ ദീർഘായുസ് തരാൻ പോവുകയാണ്. പക്ഷേ ദൈവം പറഞ്ഞ ദൂതിന്റെ മുൻപിൽ എന്തായിരുന്നു ദൂത്? നിന്റെ ഗൃഹകാര്യത്തെ, നിന്റെ വീട്ടുകാര്യത്തെ നീ ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞ ദൂതിന്റെ മുൻപിൽ ആമീൻ ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ നിരാശനായി വളരെ ഭയത്തോടെ ആകുലതയോടെ ദൈവസന്നിധിയിൽ പൊട്ടിക്കരയുമ്പോൾ ദൈവത്തിന്റെ ആലോചന വീണ്ടും അവന് ലഭിക്കുന്നു. ഇല്ല ഹിസ്കിയാവേ, നീ തകരാൻ പോകുകയല്ല, നീ മരിക്കാൻ പോകുകയല്ല, നിന്റെ ആയുസ്സിനോട് കൂടെ 15 വർഷവും കൂടെ ഞാൻ നിനക്ക് കൂട്ടിത്തരാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളോട് സ്വർഗത്തിലെ ദൈവം അറിയിക്കുകയാണ്, നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ, നിന്റെ അനുതാപത്തിന്റെ മുൻപിൽ, നിന്റെ ക്രമീകരണത്തിന്റെ മുൻപിൽ, നിന്റെ ഉപവാസത്തിന്റെ മുൻപിൽ, നിന്റെ ഏൽപ്പിച്ചു കൊടുക്കലിന് മുൻപിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് ദീർഘായുസ് നൽകി മാനിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് അവിടെ എടുത്തു പറയാനുള്ളത്, നിന്റെ ഗൃഹകാര്യത്തെ നീ ക്രമത്തിലാക്കുക എന്ന പദം ദൈവം അരുളി ചെയ്തതാണ്. ഇപ്പൊ എല്ലാത്തിനകത്തും ദൈവം എന്താഗ്രഹിക്കുന്നു? ഒരു ക്രമമുണ്ട്. നമുക്കറിയാം, ഒരു ട്രെയിൻ ഓടുന്നത് ട്രാക്കിലൂടെയാണ്. ആ ട്രാക്കിലൂടെ ട്രെയിൻ ഓടുന്നത് കൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെ പോയാലും, ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല, കരയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ ഏറ്റവും നല്ല യാത്രാസുഖം, എൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല, ഏറ്റവും നല്ല യാത്രാസുഖം അനുഭവിച്ചിട്ടുള്ളത് ട്രെയിനകത്ത് തന്നെയാണ്. വില കൂടിയ വണ്ടി പോയാലും ചെറിയ വണ്ടി പോയാലും ഏത് വണ്ടി പോയാലും ഒരു ടെൻഷൻ ഉണ്ട്, ഒരു ആകുലതയുണ്ട്, അല്ലെങ്കിൽ എപ്പോ അങ്ങ് ചെല്ലും, ട്രാഫിക്, ബ്ലോക്ക്, പിന്നെ കഡർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. എപ്പോൾ എത്തുമെന്നൊന്നും നമുക്ക്, പ്രത്യേകിച്ച് നാട്ടിൽ തന്നെ ഇപ്പം എറണാകുളത്തും കോട്ടയത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയപ്പെടുന്ന ട്രാഫിക്കാണ്. പക്ഷെ ട്രെയിനകത്ത് യാത്ര ചെയ്യുന്ന ആൾ വളരെ കൂളായിട്ടാണ് പോകുന്നത്. പുള്ളി ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇടയ്ക്ക് പുള്ളി പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, കാഴ്ചകൾ കാണുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ മാത്രമേ നോക്കാറുള്ളൂ. അവർ ഭയങ്കര ടെൻസ്ഡ് ഒന്നും അല്ല. അവർക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ബുക്കൊക്കെ വേണമെങ്കിൽ നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു പത്രമൊക്കെ ഇടയ്ക്ക് നോക്കാം, പ്രശ്നമൊന്നുമില്ല. അല്ലെ ഇടയ്ക്ക് സൈഡിലോട്ടൊക്കെ നോക്കാം, ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഒന്ന് നോക്കുന്നതോടൊന്നും സംഭവിക്കില്ല. അവരാ ട്രെയിൻ കറക്റ്റ് ട്രാക്കിൽ പോകുന്നു, എല്ലാം സെറ്റിങ്സ് ആണ്. സിഗ്നൽ മാത്രം ഇടയ്ക്ക് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ കാർ ഓടിക്കുന്ന ഒരാൾ പത്രം വായിച്ചാലുള്ള സ്ഥിതി എന്തോ? കാർ ഓടിക്കുന്നവൻ പത്രം വായിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത ദിവസത്തെ പത്രത്തിൽ പുള്ളി കാണും, ഒരു സംശയം വേണ്ട. പുള്ളി അടുത്ത ദിവസത്തെ ആ പത്രത്തിൽ പുള്ളി ഉറപ്പായിട്ടും കാണും, കാറും കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് വളരെ
കാം ആൻഡ് കൂളായിട്ടാണ് പോകുന്നത്. കാരണം അത് ട്രാക്കിലാണ്. ട്രാക്കിൽ നിന്നാൽ അതിനകത്തൊരു സ്മൂത്ത്നെസ് ഉണ്ട്. ഒന്ന് പറയാമോ? ട്രാക്കിൽ നിന്നാൽ അതിനകത്തൊരു സ്മൂത്ത്നെസ് ഉണ്ട്. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ കറക്റ്റ് ട്രാക്കിൽ നിന്നാൽ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. നമ്മുടെ വീട്ടിലെ കതകുകൾ, ജനാലകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ സൈഡിലെല്ലാം വിജാവരിയുണ്ട്, കൊളുത്തുകളുണ്ട്, കൊളുത്തുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊളുത്തുകൾ ഏതെങ്കിലും ഒന്ന് ഇളകിയാൽ, അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഓർഡറില്ല, കറക്റ്റായിട്ട് നിങ്ങൾ പിടിച്ചടയ്ക്കുമ്പോൾ വിടവുകളില്ലാതെ അടയുന്ന കണ്ടിട്ടുണ്ടോ? ഈ കതകാണെങ്കിലും ജനാലകളാണെങ്കിലും വിടവുകളില്ലാതെ അത് അടയുന്നതിന്റെ കാരണം അത് കൃത്യമായ ഒരു ഓർഡറിൽ നിൽക്കുന്നത് കൊണ്ടാണ്, കൃത്യ അളവിൽ നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ എപ്പോഴെങ്കിലും ഇതിന്റെ വിജാവരികൾ ഇളകുകയോ അതൊന്ന് മഴയത്തോ വെയിലത്തോ കിളന്നു പോകുകയോ ചെയ്താൽ ഇത് അടയ്ക്കാൻ പറ്റുമോ? എന്നാ പാടാ ഇത് വലിച്ചടയ്ക്കാൻ. പുറത്തുനിന്ന് ഒരുത്തം വന്ന് ഇടിക്കണം. പ്രൈസ് ഗോഡ്. ജനൽ അടയ്ക്കാൻ വെളിയിൽ നിന്ന് ഒരുത്തം പോകണം, പോയിട്ട് വന്ന് ഇടിക്കണം. അപ്പോൾ വീട്ടിൽ കഥ അടയ്ക്കുന്നതും ജനൽ അടയ്ക്കുന്നതും ഇത് തുറക്കുന്നതും എല്ലാം അപ്പൊ അയലോകത്തെ വീട്ടിൽ അവിടെ ജനൽ അടച്ചു കേട്ടോ എന്ന് പറയും. പ്രൈസ് ഗോഡ്. അപ്പോ ഈ ജനലും കഥകും അവശബ്ദം പുറപ്പെടുവിക്കുന്ന എപ്പോഴാ? ഇത് അവശബ്ദം പുറപ്പെടുവിച്ചത് ഇതിന്റെ ക്രമം തെറ്റിയപ്പോഴാ. ഇതിൽ നിന്ന് കരയാൻ തുടങ്ങിയത് ഇത് ക്രമം തെറ്റിയപ്പോഴാ. അപ്പോ ആ ക്രമത്തിൽ നിന്നാൽ, ആ ഓർഡറിൽ നിന്നാൽ അത് സ്മൂത്തായിട്ട് അടയും, സ്മൂത്തായിട്ട് തുറക്കും. ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇതുപോലെ തന്നെ ഭാര്യ ഭർത്തൃബന്ധത്തിലും മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിലും വിശ്വാസികളും ദൈവപുരുഷനും തമ്മിലുള്ള ബന്ധത്തിലും, സ്തോത്രം, യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധത്തിലും സഹശുശ്രൂഷകർ തമ്മിലുള്ള ബന്ധത്തിലും എല്ലാം ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു ദൈവീകമായ ക്രമമുണ്ട്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, സഭയിൽ ഉണ്ടെന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല. ഇന്ന് എനിക്കത് എടുക്കാൻ നേരെയില്ല. എങ്കിലും ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. കർത്താവിന്റെ അഭിഷിക്തൻ ആ ഭാഗം ഒന്ന് വായിക്കാമോ? 1 തീമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. 1 Timothy chapter 3 verse 14 and 15. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത്. നീ ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ നടക്കണം എന്ന് നീ അറിയണം. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, ദൈവസഭയിൽ നീ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് നീ അറിയണം. എങ്ങനെയും നടക്കാൻ, എന്തേലും കാണിക്കാനുള്ള ഇടമല്ല സഭ. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ നീ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണമെന്ന് നീ അറിഞ്ഞിരിക്കണം. കാരണം ദൈവം എല്ലാത്തിനും അതിന്റെ ഹയറാർക്കിയും പ്രോട്ടോകോളും വെച്ചിട്ടുണ്ട്. ദൈവം തന്റെ സഭയിൽ 1-ാമത് അപ്പോസ്തലൻ, 2-ാമത് പ്രവാചകൻ, ഇതെല്ലാം ദൈവം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവയവങ്ങളുടെ വിഷയത്തിൽ സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാണ്. ആ ശരീരത്തിന്റെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. സഭയുടെ തല ക്രിസ്തുവാണ്. ആ അവയവങ്ങളെ ദൈവം തനിക്ക് ബോധിച്ചതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവയവത്തിന് ബോധിച്ചതുപോലെയല്ല. അപ്പം ദൈവത്തിന്റെ സഭയിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശത്തിന് പ്രകാരമാണ്. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പദ്ധതികളും നിറവേറ്റുവാനല്ല നാം ദൈവസഭയിലായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വപ്നങ്ങളും ദൈവത്തിന്റെ പദ്ധതികളും നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർ വിളിച്ചു പറയും, എന്റെ കൊതിയല്ല, ദൈവത്തിന്റെ ഹിതമാണ് എന്നിൽ നടക്കേണ്ടത്. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശുശ്രൂഷയിലോ, ആത്മീക ശുശ്രൂഷയിലെ, സഭയിൽ മാത്രമല്ല, ശുശ്രൂഷയിൽ എന്താ പൗലോസ് പറയുന്നത്? 1 Corinthians 14:39 വായിച്ചേ. 1 Corinthians 14:39. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനപരം വാഞ്ചിപ്പീൻ, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത്. വായിച്ചോ. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. സകലവും ശാന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ഇംഗ്ലീഷിൽ all things must be done properly and in orderly manner. എത്ര മനോഹരമായ ഒരു പദമാണത്. But all things must be done properly, പ്രോപ്പറായി നടക്കട്ടെ. ആൻഡ് ഇൻ ഓർഡർലി മാനർ, അത് ഓർഡറായിട്ട് നടക്കട്ടെ. ദൈവത്തിന്റെ സഭയിലെ ശുശ്രൂഷകൾ, പ്രവചനമെങ്കിൽ അങ്ങനെ, അന്യഭാഷയെങ്കിൽ അങ്ങനെ, സ്തോത്രം, ആത്മീക ശുശ്രൂഷയെങ്കിൽ അങ്ങനെ, അത് ചന്തമായിരിക്കണം, അത് ഉചിതമായിരിക്കണം, അതിനകത്ത് ഒരു ക്രമം ഉണ്ടാകണം. നമ്മളിപ്പോ വായിച്ചതിൽ കുടുംബത്തിൽ ഉണ്ടാകേണ്ട ക്രമം ഹിസ്കിയാവിനോട് പറഞ്ഞു, സഭയിൽ ഉണ്ടാകേണ്ട ക്രമം തിമോത്തിയോസിനോട് പറഞ്ഞു. ഓൾ ചർച്ചിനോട്, കൊരിന്ത്യ സഭ പൂർണ്ണമായും അപ്പോസ്തലൻ പറയുന്നു, ശുശ്രൂഷകൾ നടക്കേണ്ടത് ശാന്തവും ഉചിതവും ക്രമവുമായിട്ടായിരിക്കണം. ആ ഓർഡറിൽ കാര്യങ്ങൾ നടക്കട്ടെ. അല്ലാതെ ഇവിടെയൊന്നും വ്യക്തിഹിതങ്ങളല്ല, വ്യക്തിപൂജകളല്ല,
വ്യക്തി സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുകയല്ല. സെക്രട്ടറി പറയുന്ന പോലെ നടക്കട്ടെ എന്നല്ല, ട്രസ്റ്റി പറയുന്ന പോലെ നടക്കട്ടെ എന്നല്ല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാശ് തന്ന അച്ചായൻ പറയുന്ന പോലെ നടക്കട്ടെ എന്നല്ല. ദൈവസഭ ദൈവത്തിൻ്റെതാണ്. സഭയുടെ ഉടമസ്ഥൻ ക്രിസ്തുവാണ്. യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് ദൈവത്തിന്റെ സഭ. സഭയുടെ ഉടമസ്ഥൻ കർത്താവാണെങ്കിൽ, ആത്മാക്കളുടെ ഉടമസ്ഥൻ കർത്താവായ യേശുവാണെങ്കിൽ, ശുശ്രൂഷ തന്നത് കർത്താവായ യേശുവാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ തന്നത് കർത്താവായ യേശുവാണെങ്കിൽ, ഇതിനെല്ലാം നാം ഒരിക്കൽ അവനോട് കണക്കു പറയേണ്ടവരാകയാൽ സകലതും ക്രമമായി നടക്കട്ടെ. നമ്മളിപ്പോ വായിച്ചപ്പോ എവിടെയൊക്കെ വെളിപ്പെട്ടു ആ ദൈവക്രമം? കുടുംബത്തിൽ, സഭയിൽ, ശുശ്രൂഷയിൽ, സമസ്ത മേഖലകളിലും. എന്നാൽ പ്രധാനമായും നാം അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടേണ്ടതായ ദൈവത്തിന്റെ ക്രമമാണ്. ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായതുകൊണ്ട് ഇപ്പൊ വായിച്ച ആ ഭാഗം, എഫേസ്യർ തന്നെ എടുത്തോ ദൈവദാസനെ, അതിന്റെ 5-ാം അധ്യായം. സഹോദരിമാർ, ഭാര്യമാരെല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആ ഭാഗം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഭാര്യമാരെ, കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എല്ലാ ഭാര്യമാരും ഈ സത്യം മനസ്സിലാക്കണം. ഭാര്യമാരെ, കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടുവീൻ. കീഴടങ്ങുവീൻ എന്നല്ല, സബ്മിഷൻ, വിധേയപ്പെടുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഒരു ഭാര്യയുടെ ശിരസ്സാണ് അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത്. ഒരു ഭാര്യയുടെ തേജസ്സാണ് അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത്. ഒരു ഭാര്യയുടെ, ശരിക്കും പറഞ്ഞാൽ അവളുടെ മൂടുപടമാണ് അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അവളുടെ ശിരസ്സാണ്, അവളുടെ ശിരസ്സാണ്. എന്നാൽ ഭർത്താവ്, അവന്റെ ശിരസ് ഏതാണ്? ക്രിസ്തുവാണ്. ഭാര്യമാരോട് പറയുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വിധേയപ്പെടുവീൻ. ഇതൊരു കേൾക്കുമ്പോൾ തന്നെ പലർക്കും അസ്വസ്ഥതയുള്ള ഒരു കാര്യമാണ്. വിധേയപ്പെടുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിധേയപ്പെടുവീൻ, വിധേയപ്പെടുവീൻ. ഈ വിധേയത്വം എന്ന് പറയുന്നതിനകത്തൊരു മനോഹരത്വമുണ്ട്. ഭർത്താവിന് വിധേയപ്പെടുന്ന ഭാര്യ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ആ കുടുംബത്തിനകത്തൊരു ബ്യൂട്ടി ഉണ്ട്. ദൈവസഭയെ നയിക്കുന്ന നിങ്ങൾക്ക് മീതെയുള്ള അപ്പോസ്തലനോ ആരുമാകട്ടെ, ആ ദൈവപുരുഷന് വിധേയപ്പെടുന്ന വിശ്വാസികൾ, സഹപ്രവർത്തകർ, ആ സഭയ്ക്കകത്തൊരു ബ്യൂട്ടി ഉണ്ട്. ഒരു കമ്പനിയുടെ ബോസ്, ഒരു ചെയർമാൻ, ആ കമ്പനി നടത്തുമ്പോൾ ആ കമ്പനിയുടെ ബോസിന് സബ്മിസീവായിരിക്കുന്ന സ്റ്റാഫ്, ആ കമ്പനിക്ക് ഒരു ബ്യൂട്ടി ഉണ്ട്. ഒരു ആർമി, ഒരു പട്ടാള ക്യാമ്പിൽ അതിൻ്റെ ക്യാപ്റ്റനെ ഒബേ ചെയ്യുന്ന, അനുസരിക്കുന്ന, ആ പരേഡ് നടത്തുന്ന ആർമിക്കകത്ത് ആ ക്യാപ്റ്റൻ പറയുന്നതിനെ അനുസരിച്ച് വിധേയപ്പെടുന്ന ആ ആർമി ബറ്റാലിയന് ഒരു ബ്യൂട്ടി ഉണ്ട്. ജീവിതത്തിന്റെ ഏതു മേഖലകളിലും വിധേയത്വം കൊണ്ടുവരുന്ന ഒരു മനോഹരത്വമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലും അതുണ്ടാകണം. ഇന്ന് പല ഭവനങ്ങളിൽ നിന്നും, സഭകളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും ഇത് അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം നമ്മളോട് അറിയിക്കുന്ന ഒരു വചനം, റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിന്റെ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1-ാമത്തെ വാക്യം, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ. ഈ മലയാളത്തിൽ ഈ കീഴടങ്ങട്ടെ എന്ന് പറയുന്ന ഈ കീഴടങ്ങൽ ഒരു നല്ല പദം അല്ല കേട്ടോ. കീഴടങ്ങുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്കിങ്ങോ മേലാന്ന് പറയും. കാരണം ഈ കീഴടങ്ങുന്ന എവിടാ? കീഴടങ്ങുന്നത് മറ്റേ പുള്ളി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്നൊക്കെ പറയത്തില്ലേ. കീഴടങ്ങുക എന്ന് പറയുന്ന ഒരു നല്ല പദമല്ല. 2 കൈയും പൊക്കി പിടിച്ച് കീഴടങ്ങുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. വിധേയപ്പെടുക, സബ്മിഷൻ. ഏതു മനുഷ്യനും, അതിൽ മതമില്ല. റോമർ 13-ന്റെ 1 നോക്കിയേ. ഏതു മനുഷ്യനും, ലെറ്റ് എവരി സോൾ, സോൾ എന്ന പദം നിങ്ങൾ കണ്ടോ? എല്ലാ ആത്മാക്കളും, എല്ലാ മനുഷ്യരും, എല്ലാ വ്യക്തിത്വങ്ങളും
ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് സബ്മിസീവ് ആയിരിക്കട്ടെ. കാരണം ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നിങ്ങൾക്ക് മീതെ, ഭാര്യമാർ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മീതെ ആയിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ ദൈവമാണ് നിങ്ങൾക്ക് മീതെ നിയമിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മീതെയുള്ള ദൈവപുരുഷനെ ദൈവമാണ് നിങ്ങൾക്ക് മീതെ നിയമിച്ചിരിക്കുന്നത്. അധികാരികളെ, നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനെ, രാജ്യത്തെ നയിക്കുന്ന നേതാക്കന്മാരെ, ഇപ്പൊ കുവൈറ്റിലും ദുബായിലും ഒക്കെ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെ നയിക്കുന്ന രാജാക്കന്മാരെ ഒക്കെ അപ്പോയിന്റ് ചെയ്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് ദൈവമാ. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, അധികാരികൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അവരെയെല്ലാം ദൈവമാണ് അതാത് സ്ഥാനങ്ങളിലാക്കിയിരിക്കുന്നത്. അതാ അവിടെ എഴുതിയിരിക്കുന്നേ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ വാക്യം ശക്തമാണ് കേട്ടോ. ആകയാൽ അധികാരത്തോട് മറുതലിപ്പ് കാണിക്കുന്നവൻ, അല്ലെങ്കിൽ അധികാരത്തെ മറുക്കുന്നവൻ, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നവൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയോട് മറുക്കുന്നു, മറുതലിപ്പ് കാണിക്കുന്നു. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണത്. പറയാമോ പദം? ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണത്. ആ വ്യവസ്ഥയോട് മറുതലിപ്പ് കാണിക്കുന്നു. മറക്കുന്നവരോ മറുതലിക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. എത്ര ശക്തമേറിയ ഒരു പദമാണത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് ജഡ്ജ്മെന്റ് ആകും എന്ന് പൗലോസ് പറയുന്ന പുതിയ നിയമലേഖനത്തിലെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അധികാരങ്ങളോട് കാണിക്കുന്ന മറുതലിപ്പിനാൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ നീ ലംഘിക്കുന്നു. താങ്കൾ ഇനി 24 മണിക്കൂറും അന്യഭാഷ പറയുന്ന ആളാണെങ്കിലും, താങ്കൾ ഇനി എന്തൊക്കെ വലിയ ആളാണെങ്കിലും, എത്ര വലിയ മരിച്ചവരെ ഉയർപ്പിച്ച ആളാണെങ്കിലും, എത്ര വലിയ ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ആ മറുതലിപ്പ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളോട്, സിസ്റ്റത്തോട് കാണിക്കുന്ന മറുതലിപ്പാണ്. ആ മറുതലിപ്പ് കാണിക്കുന്നവൻ ബ്ലസ്ഡ് ആകുമെന്നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ ബ്ലസ്ഡ് ആകത്തിൽ അവന് ജഡ്ജ്മെന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ വല്ലതും പ്രസംഗിക്കാൻ പറ്റുമോ? എനിക്ക് വേറെ വല്ലതും പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് വേറെ പ്രസംഗിക്കാൻ പറ്റില്ല. അത് തന്നെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. മറക്കുന്നവരോ അവർക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാകും, ശിക്ഷാവിധി ഉണ്ടാകും. എന്നിട്ട് മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, വാഴുന്നവൻ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ. വായിച്ചു പാസ്റ്ററേ. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. അധികാരികളെ ഭയപ്പെടാതിരിക്കുവാൻ നീ ഇച്ഛിക്കുന്നുവോ? നിനക്കും മീതെ ഉള്ളവരോട് ബഹുമാനമില്ലാതിരിക്കുവാൻ നീ ഇച്ഛിക്കുന്നുവോ? നിനക്കും മീതെ ഉള്ളവരോട് റെസ്പെക്ട് ഇല്ലാതിരിക്കുവാൻ നീ ഇച്ഛിക്കുന്നുവോ? ആഹാ, അങ്ങനെയാണോ നീ ചിന്തിച്ചിരിക്കുന്നേ? അങ്ങനെ ചിന്തിച്ചാൽ അത് നല്ലതല്ല. പിന്നെ എന്തു ചെയ്യണം? നന്മ ചെയ്യുക, നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. ചേർന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ അതിനേക്കാൾ രസകരമായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 2 പത്രോസിന്റെ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ വിധേയപ്പെടുവീൻ. അവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്, അല്ലാഞ്ഞാൽ നിങ്ങൾക്കത് നന്നല്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. ആ പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം ഒന്ന് വായിച്ചേ, റെഫറൻസ് പറഞ്ഞൊന്ന് വായിച്ചേ ദൈവാസനയും. ഏത് മാനുഷിക അധികാരത്തിന് നിങ്ങൾ കീഴ്പ്പെടുവീൻ എന്നുള്ള ആ പദം നാടുവാഴി എന്ന് വെച്ച് രാജാക്കന്മാർക്കും അധികാരികൾക്കും 1 പത്രോസ് 2:18 മുതൽ 1 പത്രോസ് 2:18 മുതൽ ശ്രദ്ധിച്ചോ, എഴുതിയോ? വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ, അല്ല മുകളിൽ വായിക്കണം പാസ്റ്ററെ, മുകളിൽ തൊട്ട് കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം. സകല മാനുഷ്യ നിയമത്തിന് 13 മുതലുള്ള വാക്യം 13 മുതൽ വായിച്ചോ. സകല മാനുഷ്യ നിയമത്തിനും കർത്താവിന് നിമിത്തം കീഴടങ്ങുകയും. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. സകല മാനുഷികമായ നിയമത്തിനും, മനുഷ്യൻ വെച്ചിരിക്കുന്ന, ഗവൺമെന്റ് വെച്ചിരിക്കുന്ന, സർക്കാർ വെച്ചിരിക്കുന്ന നിയമങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? വിധേയപ്പെടണം.
കർത്താവിൻ നിമിത്തം വിധേയപ്പെടണം. നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നിടത്ത് എന്റെ സൗകര്യത്തിന് കൊണ്ട് വണ്ടി ഇട്ടയച്ചും യേശുവിന്റെ രക്തത്തിൽ ഏൽപ്പിച്ച് കവർ ചെയ്ത് പ്രാർത്ഥിക്കും, സ്തോത്രം എന്ന് പറഞ്ഞു വന്നാലും പെറ്റി കിട്ടും. ഒരു മാറ്റവും ഇല്ല. അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കും. ഇവിടൊക്കെ കുറവാ, ഇവിടെയും കിട്ടുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. കർത്താവിന്റെ രക്തത്തിൽ അപ്പോ എന്റെ വണ്ടി ഏൽപ്പിക്കുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് വന്നില്ലേ, ചങ്ങലയെ കെട്ടി വലിച്ച് ലോറിക്കകത്ത് വെച്ചുകൊണ്ട് പോകും സാധനം. കുട്ടപ്പിശാച് എല്ലാം പിടി കിട്ടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കാരണം പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം വിധേയപ്പെടാൻ. ഇവിടുത്തെ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് അത് മാനുഷിക നിയമമാണ്. ആ നിയമത്തിന് വിധേയപ്പെടണമെന്നും ടാക്സ് അടയ്ക്കണമെന്നും കരം കൊടുക്കണമെന്നും. സ്തോത്രം. കൃത്യതയോടെ അത് നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നവർ വളരെയധികം ഇവിടൊക്കെ കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടാത്തവരും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തവരും ഒക്കെ സൗദിയിലൊക്കെ പോയി വളരെ മാന്യന്മാരായിട്ട് ജീവിക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ലെ എന്തോ പറ്റും? ഒന്നുമില്ല, തലയങ്ങ് കൊണ്ടുപോകത്തേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ വെട്ടിക്കളയും, അത്രയേ ഉള്ളൂ. അവർക്ക് തോന്നും, എന്നിട്ട് അവർ പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനെ പേടിച്ചാണ് കൃത്യമായിട്ട് കൊണ്ട് പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി കൊണ്ട് വെക്കുന്നതും കൃത്യമായിട്ട് എന്ത് ഇവിടൊക്കെ ഒരു മര്യാദയില്ലാതെ ജീവിച്ചവര് ഗൾഫിലൊക്കെ പോയി എന്തോ മാന്യന്മാരായിട്ട് ജീവിക്കുന്നവരുണ്ടെന്നറിയോ? അവിടെ ഉള്ളവർ ഇപ്പൊ ചിരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട്. അപ്പൊ എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ അധികാരത്തോടൊരു ഭയമില്ല, ആ അധികാരത്തോടൊരു ബഹുമാനമില്ല. അങ്ങനെ ആകരുത്. നിങ്ങൾ ഏത് രാജ്യത്തിലാണെങ്കിലും ഏത് പട്ടണത്തിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും സകല മാനുഷികമായ നിയമത്തിനും കർത്താവിൻ നിമിത്തം നിങ്ങൾ വിധേയപ്പെടണം. രക്തത്തിലേൽപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. 14-ാമത്തെ വാക്യം വായിച്ചേ. ശ്രേഷ്ഠ അധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവരെന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുകയും വിധേയപ്പെടുവീൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട്. അവിടെ 15-ാമത്തെ വാക്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിധേയപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? ഒരു നന്മയാണ്. ഹല്ലേലൂയ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് സ്തോത്രം പറഞ്ഞേ. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഹല്ലേലൂയ പറഞ്ഞേ. ഈ വിധേയപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഒരു നന്മയാണ്. അങ്ങനെ നിങ്ങൾ നന്മ ഒരു ഭർത്താവിനൊരു ഭാര്യ വിധേയപ്പെടുന്നത് ഒരു നന്മയാണ്. ഒരു അധികാരിക്ക് കൂടെ നിൽക്കുന്ന ആള് സബ്മിസീവ് ആകുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഒരു നന്മയാണ്. അങ്ങനെ ആ നന്മ നിങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്തെ മിണ്ടാതാക്കണമെന്നുള്ളത് ദൈവ ഇഷ്ടമാകുന്നു. ഹല്ലേലൂയ. അത് നന്മ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പീൻ. എല്ലാരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായി നടപ്പീൻ. സ്വതന്ത്രരായും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും നമ്മുടെ ചർച്ചിനെ കുറിച്ച് ദൈവസഭ എന്നാ പറയാറുള്ളത്, അല്ലെ എൽ ഷഡായ് മിനിസ്ട്രി എന്നാ പറയാറുള്ളത്. ഞാൻ ആരോടും പറയാറില്ല ഇതൊരു സ്വതന്ത്ര സഭയാണ്. കാരണം ഇപ്പൊ ഒരുപാട് സ്വതന്ത്ര സഭകളുണ്ട്. പിടി കിട്ടിയില്ലല്ലേ? ഒന്ന് പതുക്കെ വായിച്ചാൽ മതി, പിടി കിട്ടും. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ. ആ പദം നിങ്ങൾ അടിവരയിടണം. ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, യജമാനൻ ദാസന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് മീതെയുള്ള അധികാരി നിങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾ ഒരിക്കലും ആ സ്വാതന്ത്ര്യത്തെ തിന്മ ചെയ്യുവാൻ, ദുഷ്ടത ചെയ്യുവാൻ, അനീതി ചെയ്യുവാൻ, ദൈവഹിതമില്ലാത്തത് ചെയ്യുവാൻ ഒരു മറയാക്കരുത്. സ്തോത്രം. കിളിച്ചതും മുളച്ചതും ഒന്നും ചോദിക്കാത്ത ഒരു ഭർത്താവ്, ഫോൺ എടുത്ത് നോക്കാൻ വരത്തില്ല പുള്ളി, ബാഗ് ചെക്ക് ചെയ്യാനൊന്നും പുള്ളി വരികയില്ല, പുള്ളിക്ക് അതിന് നേരമില്ല. പുള്ളി സ്നേഹത്തോടുകൂടെ ഇടപെട്ട ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തു പോകുന്നു. ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ പുള്ളി പോകുന്നേ ഇല്ല.
പക്ഷെ ആ ഭാര്യ മനസ്സിലാക്കണം, എൻ്റെ ഭർത്താവ് എനിക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം. ആ ഭർത്താവ്, ചില ഭാര്യമാർ അങ്ങനെയാ, സ്നേഹിക്കാനേ അവർക്ക് അറിയുള്ളൂ. അവർ കൺട്രോൾ ചെയ്യാൻ പോവില്ല, ഫോൺ എടുത്ത് പരിശോധിക്കാനൊന്നും അവർ പോവില്ല, അവര് ബാങ്കിൽ എന്തുണ്ടെന്ന് ചെക്ക് ചെയ്യാനൊന്നും പോവില്ല. അവരവരുടെ കാര്യം ചെയ്ത് കുടുംബത്തെ നന്നായിട്ട് നയിക്കും. പക്ഷെ ആ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും നീ ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ഇതാരോടൊക്കെയോ കർത്താവ് പറയുകയാണ്, ദുഷ്ടതയ്ക്ക് നീ മറയാക്കുക. കാരണം മറയ്ക്കുക, ഒളിക്കുക എന്ന് പറയുന്നത് സാത്താൻ നിങ്ങളിൽ പ്രവർത്തിച്ചതിന്റെ അനന്തര ഫലമാണ്. ഒന്ന് വാഗൊണ്ട് പറയാമോ? എഴുതിയിടാമോ? മറയ്ക്കുക, ഒളിച്ചു വെക്കുക എന്നുള്ളത് സാത്താൻ എന്നിൽ പ്രവർത്തിച്ചതിന്റെ ലക്ഷണമാണ്. തെളിവ് തരട്ടെ വചനത്തിൽ നിന്ന്. ആദവും ഹൗവയും ഏദനിലായിരുന്നപ്പോ അവർ ദൈവത്തിന്റെ തേജസ് കൊണ്ട് കവർ ചെയ്യപ്പെട്ട കുടുംബമാണ്. എന്നാൽ പിശാചിന്റെ വാക്ക് ഹൗവ കേട്ടു, അനുസരിച്ചു. വിലക്കപ്പെട്ട ഖനി, ആ ഭക്ഷണം എടുത്തു കഴിച്ചു. അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. അവർ നഗ്നരെന്ന് ഇരുവരും മനസ്സിലാക്കി. ഹൗവ അത് ആദത്തിനും കൊടുത്തു. അവരൊന്നാമത് എന്ത് ചെയ്തേ? നമ്പർ 1, അത്തിയില കൊണ്ട് അരയാടയുണ്ടാക്കി അവർ അവരുടെ നഗ്നത മറച്ചു. യഹോവയായ ദൈവം സന്ധ്യയ്ക്ക് തോട്ടത്തിൽ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചു. 2 പദങ്ങൾ. സാത്താൻ വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് പോയി, ഒരു വീട് വിസിറ്റ് ചെയ്തിട്ട് പോയി. വാസല്ല, സാത്താൻ ഏദന്റെ വീട് വിസിറ്റ് ചെയ്തു. പിശാജ് പറയുന്നത് അവര് കേട്ടു, അനുസരിച്ചു. അതിന്റെ അനന്തര ഫലം എന്നായിരുന്നു? 2 കാര്യങ്ങളാണ് അവർ ചെയ്തത്: മറച്ചു, ഒളിച്ചു. അത്തിയില കൊണ്ട് അരയാട തുന്നി മറച്ചു, വൃക്ഷത്തിന്റെ ചുവട്ടിൽ ദൈവം കാണാതെ ഒളിച്ചു. അപ്പം മറയ്ക്കുക, ചിലതൊക്കെ മറയ്ക്കുക, ചിലതൊക്കെ ഒളിക്കുക. പെട്ടെന്ന് ഭാര്യ വരുമ്പം ഫോൺ മാറ്റിയിട്ട് എല്ലാം കൂടെ ഡിലീറ്റ് അടിച്ച് കളയുക. സ്തോത്രം. പെട്ടെന്ന് മറയ്ക്കുക, ഒളിക്കുക, മറഞ്ഞും തിരിഞ്ഞു നിന്ന് കളിക്കുക. നിങ്ങൾ ചിന്തിക്കരുത് അത് പരിശുദ്ധാത്മാവാണെന്ന്. അതിന്റെ പിറകിൽ പരിശുദ്ധാത്മാവല്ല. നിങ്ങൾ മനസ്സിലാക്കണം സാത്താന്റെ തന്ത്രം. നിങ്ങൾക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന കാര്യത്തെ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് നിങ്ങളെ തെറ്റുകാരനാക്കുന്നവനാണ് പിശാച്. ഒന്നുകൂടെ പറയാം, ആഴമായി പറയാം. യേശു കർത്താവ് 40 ദിവസം ഉപവസിക്കുന്നു, മരുഭൂമിയിൽ ഉപവാസത്തിലായിരിക്കുന്നു. ആ ഉപവാസത്തിന്റെ 40ാം ദിനത്തിൽ യേശു ക്രിസ്തുവിന് നന്നേ വിശന്നു. ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ വിശക്കുമെന്ന് പറയണോ? വേണ്ടല്ലോ. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുന്ന യേശുവിന്റെ അടുക്കൽ പിശാച് വന്ന്, സാത്താൻ വന്ന് എന്താ പ്രിയരെ പറഞ്ഞത്? നീ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ, എന്നിട്ട് നീ അപ്പം ഭക്ഷിക്കണം. അപ്പം ഭക്ഷിക്കാനാണല്ലോ. അപ്പം എന്ന് പറയുന്ന, ബ്രെഡ് എന്ന് പറയുന്ന തന്നെ ഫുഡാണല്ലോ. അപ്പൊ യേശുവിനോട് സാത്താൻ എന്താ പറഞ്ഞേ? നീ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളല്ലേ, നീ കല്ലിനെ അപ്പമാക്കി മാറ്റിയിട്ട്, ഇവിടെങ്ങും കടയോ ആൾക്കാരോ ഒന്നും ഇല്ല, നീ വലിയ അത്ഭുതങ്ങളുടെ ദൈവമല്ലേ, ഈ കല്ലിനെ അപ്പമാക്കി മാറ്റിയിട്ട് അത് നീ കഴിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പിശാച് പറഞ്ഞത് തെറ്റാണോ? 40 ദിവസമായിട്ട് ആഹാരം കഴിക്കാതിരുന്ന ഒരാളിനോട് വല്ലതും കഴിക്കു ബ്രദറെ എന്ന് പറഞ്ഞത് തെറ്റാണോ? യേശുവേ നീ അപ്പം കഴിക്കൂ, കല്ലിനോട് അപ്പമായി തീരാൻ പറ എന്ന് സാത്താൻ പറഞ്ഞത് സത്യത്തിൽ വിശക്കുന്നവനെ സംബന്ധിച്ച്, ഭക്ഷണം കഴിക്കാത്തവനെ സംബന്ധിച്ച് അപ്പം, ബ്രെഡ് അവന്റെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമല്ലേ? നിനക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ നിന്നെ കൊണ്ട് ചെയ്യിച്ച് വലിയ വലിയ കാര്യങ്ങളിൽ നിന്നെ കുരുക്കി അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ നിന്നെ ബന്ധിക്കുന്ന തന്ത്രശാലിയാണ് സാത്താൻ. ചെറിയ രീതിയിൽ തുടങ്ങും. ഒരു ചെറിയ പുകയൊക്കെ എടുക്ക്, കുഴപ്പമൊന്നുമില്ലെന്നേ, ഇതൊക്കെ ആരാ ചെയ്യാത്തെന്ന് പറഞ്ഞു കൊടുക്കും. അവൻ എടുക്കും, ചുമയ്ക്കും. ആദ്യമൊക്കെ ഇത് എല്ലാവർക്കും ഉള്ളയാന്ന് പറയും. പിന്നെ അവൻ ഒരു സിഗരറ്റ് വലിക്കും,
പുകയെടുക്കും. പിന്നെ അവൻ ഒരു മാസം കഴിയുമ്പോൾ ഒരു ചെയിൻ സ്മോക്കറായി തീരും. ആരും ആദ്യം പുക വലിച്ചപ്പോഴും കള്ളു കുടിച്ചപ്പോഴും 4-5 കുപ്പി കുടിച്ചവരും 7-8 സിഗരറ്റ് വലിച്ചവരും ഇല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താ തുടങ്ങിയത്. ആദ്യം ഒരു സിനിമയ്ക്ക് പോയി, ക്ലാസ് കട്ട് ചെയ്ത് പോയി. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി കൊള്ളാലോ പരിപാടി എന്ന്. പിന്നെ ഒരു ക്ലാസ്സിനും കയറാതായി. ഇപ്പൊ പുള്ളി ഫുള്ള് തിയേറ്ററിൽ അവിടെ ആരെങ്കിലും വന്ന് പഠിപ്പിച്ചാൽ കൊള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പുള്ളിയുടെ ദാഹം തീരുന്നോ? അതുമില്ല. ഒരു ബന്ധം തുടങ്ങിയപ്പോ യു ആർ മൈ ബ്രദർ, യു ആർ മൈ സിസ്റ്റർ, ബ്രദർ സിസ്റ്റർ, ബ്രദർ സിസ്റ്റർ, ബ്രദർ സിസ്റ്റർ ആയിരുന്നു തുടങ്ങിയപ്പം. ബ്രദർ സിസ്റ്റർ രാവിലെ ആയിരുന്നു ബ്രദറും സിസ്റ്ററും ആദ്യം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നേ. പിന്നെ ആ മെസ്സേജ് രാവിലെ 8 മണിക്ക് അയക്കുന്ന മെസ്സേജ് രാത്രി 8 മണിയായി. പിന്നെ രാത്രി 8 മണിയുടെ മെസ്സേജ് രാത്രി 12 മണിയായി. പിന്നെ ബ്രദറും സിസ്റ്ററും ഇമോജികളൊക്കെ ചേഞ്ച് ആക്കി. പ്രൈസ് ഗോഡ്. പിന്നെ ബ്രദറും സിസ്റ്ററും അതെല്ലാം അങ്ങോട്ട് മാറ്റി. തെറ്റാണോ? യു ആർ മൈ ബ്രദർ, യു ആർ മൈ സിസ്റ്റർ. തെറ്റാണോ? പിശാച് പറഞ്ഞു ഒരു തെറ്റുമല്ല. എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരും സഹോദരിമാരുമാണെന്ന് പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലല്ലേ? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. സ്തോത്രം. അങ്ങനെ പതുക്കെ തുടങ്ങി. പിന്നെ 1 മണി വരെ ആയി, ചാറ്റിംഗ് ആയി. പിന്നെ ഒന്നിച്ചു പോയി ചാറ്റിംഗ് കഴിഞ്ഞ് ഈറ്റിംഗ് ആയി. ഒരു 7-8 മാസം കഴിഞ്ഞപ്പോ ചീറ്റിങ്ങും ആയി. വല്ലതും മനസ്സിലായോ? ചാറ്റിങ്ങും ഈറ്റിങ്ങും ചീറ്റിങ്ങും. പിന്നെ അവന്റെ കുടുംബവും തകർന്ന്, അവന്റെ ജീവിതം തകർന്ന്, ഒരു കാരണവശാലും അവന് ഊരി വരാൻ പറ്റാത്ത രീതിയിൽ അവൻ ബന്ധിക്കപ്പെട്ടു. എവിടാ തുടങ്ങിയേ? ബ്രദറും സിസ്റ്ററുമാ. അങ്ങനെ തുടങ്ങിയേ. രാത്രി സാത്താൻ കളിക്കുന്ന വഴികളെ തിരിച്ചറിയുക. നിനക്കെവിടെങ്കിലും ഇത് എഴുതി വെച്ചോണം. ഏതെങ്കിലും വാട്സപ്പ് മെസ്സേജുകളിലോ, ഏതെങ്കിലും ഫേസ്ബുക്ക് ചാറ്റുകളിലോ, ഏതെങ്കിലും കോൺവെർസേഷനിലോ നിനക്കൊരു പാപം സ്മെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പാപം നിനക്ക് മണക്കുന്നുണ്ടെങ്കിൽ, അത് എത്ര വിലയുള്ളതെങ്കിലും വലിച്ചെറിയാൻ നീ തയ്യാറാകണം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ, അത് താൽക്കാലിക. പാപത്തിന്റെ സുഖം താൽക്കാലികമാ. അത് നിന്നെ തകർക്കുന്നതാ, അത് നിന്നെ ഉടയ്ക്കുന്നതാ. ഇന്ന് രാത്രി പറയണം, ദൈവം എനിക്ക് തന്ന എല്ലാ ബന്ധങ്ങളും വിശുദ്ധമായിരിക്കട്ടെ. ദൈവം എനിക്ക് തന്ന എല്ലാ ബന്ധങ്ങളും വിശുദ്ധമായിരിക്കട്ടെ. എനിക്ക് ദൈവം തന്ന എല്ലാ ബന്ധങ്ങളുടെയും മധ്യസ്ഥാനം കർത്താവിനായിരിക്കട്ടെ. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. എന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാനോ, ദൈവത്തിന്റെ മുൻപാകെയുള്ള എന്റെ പ്രാഗൽഭ്യത്തെ ഇല്ലാതെയാക്കുവാനോ, എന്നെ പാപത്തിൽ വീഴിക്കുവാനോ നിൽക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ എനിക്ക് സ്മെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്കത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, എനിക്കതിൽ ബോധ്യം കിട്ടുന്നുണ്ടെങ്കിൽ, എന്റെ ദൈവത്തിനൊപ്പം അതിന് വിലയില്ല. എന്റെ ദൈവത്തോളം അതിന് വ്യാലിയില്ല. എന്റെ കർത്താവിന്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യത്തില്ലെന്ന് ചിന്തിക്കണം. അങ്ങനെ ഒരു പാട്ടില്ലേ, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ജഡീക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. പാടിയിട്ടില്ലേ? അതാ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്. പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കായാലും ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നത് വലിയ മഹാത്മ്യം, ധനമെന്ന് മോശ തിരിച്ചറിഞ്ഞു. താൽക്കാലിക സുഖമേ ഉള്ളൂ. എല്ലാ പാപത്തിനും താൽക്കാലിക സുഖമേ ഉള്ളൂ. ദൈവഹിതമില്ലാത്ത എല്ലാ ബന്ധങ്ങൾക്കും താൽക്കാലിക സുഖമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം നീ അതിന് കൊടുക്കേണ്ട വില താൽക്കാലികമായിരിക്കത്തില്ല. നിന്റെ ലൈഫ് നീ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. നിന്റെ ലൈഫിനപ്പുറത്ത് നിനക്ക് നഷ്ടമാകുന്ന ഒരു നിത്യതയുണ്ട്. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃത
ഭക്തരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. നമ്മൾ എവിടുന്നാ വന്നേന്നറിയാമോ? ഈ ഭാഗത്തിലേക്ക്. നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ആര് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തന്നാലും, ഒരു കമ്പനി നിങ്ങളെ ഒരു ബോസ് ഏൽപ്പിച്ചു, ഒരു കടയിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ആ കടയിലെ മുതലാളി, ആ ഷോപ്പിന്റെ ഓണർ, മോളെ കൊച്ചേ നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ആ കട നിങ്ങളെ ഏൽപ്പിക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസ്യത നിമിത്തമാണ്. ഒരിക്കലും ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം തിന്മ ചെയ്യുവാൻ, ദുഷ്ടതയ്ക്ക് നിങ്ങൾ മറയാക്കരുത്. ദൈവത്തിന്റെ ദാസന്മാരായി നിങ്ങൾ നടക്കുകയും, നിങ്ങളൊരു വീട്ടിൽ വന്നാൽ നിങ്ങൾ അവിടെ വിശ്വസ്തരായിരിക്കുക. ദൈവം തന്ന എല്ലാ ബന്ധങ്ങളെയും വിശുദ്ധിയിൽ കാക്കുക. ദൈവം തന്ന എല്ലാ ബന്ധങ്ങളെയും മരണം വരെ നിലനിർത്തുവാൻ പ്രതിജ്ഞയുള്ളവരായി, പ്രാർത്ഥനയുള്ളവരായി തീരുക. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ പാസ്റ്റേ, നമ്മുടെ വിഷയത്തിലേക്ക് വരണമല്ലോ പെട്ടെന്ന്. കമോൺ. എന്തോ? എല്ലാവരെയും ബഹുമാനിപ്പീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. പാസ്റ്ററെ മാത്രം ബഹുമാനിക്കാനാണോ? യജമാനനെ മാത്രം ബഹുമാനിക്കാനാണോ? എല്ലാവരെയും. ഓണർ ഓൾ men, love the brotherhood, fear God, honor the king. എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. മക്കളെ, എല്ലാരെയും ബഹുമാനിപ്പീൻ എന്ന് പറയുമ്പോൾ തന്നെ ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, പാസ്റ്റർമാരോട്, വിശ്വാസികളോട്, യജമാനന്മാരോട്, ദാസന്മാരോട്, മക്കളുമാരോട്, കുഞ്ഞുങ്ങളോട്, കുടുംബങ്ങളോടെല്ലാം ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ തിരുവെഴുത്തിൽ നിന്ന് പറയട്ടെ, എല്ലായിടത്തും നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. എല്ലായിടത്തും നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ഗൃഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത് തന്നെയാണ്. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. 18-ാമത്തെ വാക്യത്തിൽ നമ്മളെ വിളിക്കുന്ന നമ്മുടെ ചിന്ത അല്ലേ? വേലക്കാരെ, അല്ലേ? സെർവൻസ് ഓഫ് ഗാഡ്. വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ നിങ്ങൾ വിധേയപ്പെട്ടിരിക്കുവീൻ. സബ്മിഷൻ പറഞ്ഞേ. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഉണ്ടാകേണ്ടത്, ഒരു ദാസൻ യജമാനനോട് ഉണ്ടാകേണ്ടത്, നിങ്ങൾ അധികാരികൾ ഉണ്ടാകേണ്ടത്, ഓണർ എവ്രി വൺ. സെയിം ടൈം നിങ്ങൾ സബ്മിസീവ് ആയിരിക്കുക. സാത്താന്യ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നവരായിരിക്കുക. ഓക്കെ, ഇനി താഴോട്ടുള്ള ഭാഗം എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ വന്നിട്ട് അതിന് തൊട്ടുമുകളിൽ 5-ാം അധ്യായത്തിന്റെ തൊട്ടുമുകളിലുള്ള ഭാഗങ്ങൾ സ്തോത്രം ഞാൻ വായിച്ചോളൂ. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങുകയും, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ അതൊന്ന് നിർത്തി വായിക്കണം. അച്ചായന്റെ കാര്യം പറയുക. നമുക്കുള്ള ദൂത് വരുന്നു, നമുക്കുള്ള ദൂത്, അച്ചായനോടുള്ള ദൂത് വരുന്നു. ഭർത്താക്കന്മാരെ വായിച്ചു. ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. എങ്ങനെയാ ഭാര്യയെ സ്നേഹിക്കേണ്ടത്? ക്രിസ്തു സഭയെ ചതിച്ചോ? ഇല്ല. ക്രിസ്തു സഭയെ വഞ്ചിച്ചോ? ഇല്ല. ക്രിസ്തു സഭയെ പരിഹസിച്ചോ? ഇല്ല. ക്രിസ്തു സഭയെ പുച്ഛിച്ചോ? ഇല്ല. അപ്പൊ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാ? ജീവൻ കൊടുത്ത്, ജീവിതം കൊടുത്ത്, ശരീരം കൊടുത്ത്, അവസാന തുള്ളി രക്തവും കൊടുത്ത് ക്രിസ്തു സഭയെ സ്നേഹിച്ചു. ഒറ്റവാക്കി പറയാം, ജീവന തുല്യം സ്നേഹിച്ചു, ജീവനേക്കാൾ അധികം സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അതാണ് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് ഉണ്ടാകേണ്ടതായ ബന്ധം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നവനായിരിക്കരുത്, പരിഹസിക്കുന്നവനായിരിക്കരുത്, പുച്ഛിക്കുന്നവനായിരിക്കരുത്, തരം താഴ്ത്തുന്നവനായിരിക്കരുത്. ഹല്ലേലൂയ,
26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പ്രിയരെ, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും ചുളുക്കം. ഇനി ഇതെല്ലാം പൗലോസ് സഭയോടും മണവാട്ടിയായ സഭയോടും മണവാളനായുള്ള ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലായി പറയുന്നത്. പക്ഷേ അതിന് നിഴലായി നിൽക്കുന്നത് പൊരുളിതാണ്. യഥാർത്ഥ പൊരുളെന്ന് പറയുന്നത് മണവാട്ടിയാകുന്ന സഭയും മണവാളനാകുന്ന ക്രിസ്തുവാണെങ്കിലും നിഴലായി നിൽക്കുന്നത് ഈ ഭൂമിയിലെ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് എവിടെ സ്നേഹമുണ്ടോ, എവിടെ പരസ്പര ബഹുമാനമുണ്ടോ, എവിടെ ഐക്യതയുണ്ടോ, ഞാൻ പറയും അവിടെ ദൈവമുണ്ട്. അവിടെ ദൈവമുണ്ട്. ദൈവം ഉണ്ടാകണമെങ്കിൽ 127-ാം സങ്കീർത്തനത്തില് അതിന് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ഇന്ന് രാത്രി കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, മക്കളുമാരെ ഉയർത്തിപ്പിടിച്ചേ, ഭാര്യമാരെ ഉയർത്തിപ്പിടിച്ചേ, ഭർത്താക്കന്മാർ ഉയർത്തിപ്പിടിച്ചേ, നാളെ ഒരു കുടുംബത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർ ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, എന്റെ ഭവനത്തെ, എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ യഹോവേ നീ പണിയണമേ. എന്റെ വീടിനെ നീ പണിയണമേ. എന്റെ ബന്ധങ്ങളെ നീ പണിതുയർത്തണമേ. എവിടെയൊക്കെയാണോ പൈശാചിക മണ്ഡലം തകർത്ത് ഉടച്ചു കളയുവാൻ പദ്ധതികൾ ഒരുക്കുന്നത്, അവിശ്വാസവും സംശയവും കയ്പും തെറ്റിദ്ധാരണയും ഒക്കെ ഇട്ട് പിശാച് എവിടെയൊക്കെയാണോ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്, അവിടെയെല്ലാം പരസ്പര അസൂയ ഉണ്ടാകരുത് കേട്ടോ. ഇതാരോടോ എനിക്കറിയില്ല, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എങ്ങനെ എഴുതി കാണിക്കുന്ന പോലെ അത് വരിക കേട്ടോ. ഒരിക്കലും ഹസ്ബൻഡിനോട് വൈഫിനും, വൈഫിനോട് ഹസ്ബൻഡിനും അസൂയ ഉണ്ടാകരുത്. കാരണം ക്രിസ്തുവിന്റെ ആഗ്രഹം സഭ അനുഗ്രഹിക്കപ്പെടണമെന്ന്, സഭയുടെ ആഗ്രഹം കർത്താവിനെ ഉയർത്തണമെന്ന്. ഒരിക്കലും ഇത് തമ്മിൽ ജലസിയില്ല, കോമ്പറ്റീഷൻ ഇല്ല, ഒരിക്കലും അസൂയ ഉണ്ടായിരുന്നു. ഈ അസൂയയുടെ പിറകിൽ സാത്താന. ഈ പിശാച് കളിച്ചൊരു കളി അറിയാലോ നിങ്ങൾക്ക്, ഏതനിൽ സാത്താൻ വന്നിട്ട് കേട്ടോ പാസ്റ്റേ, ഹവ്വായോട് പറഞ്ഞ എന്നാന്നറിയോ? ഹവ്വായോട് പറഞ്ഞത്, നിങ്ങൾ ഈ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഇത് ആർക്കറിയാം? ഇത് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം പറഞ്ഞതാ ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, തിന്നരുതെന്ന്. അതിന്റെ അർത്ഥം എന്താ പിടികിട്ടിയേ? നിങ്ങൾ ഈ ഫ്രൂട്ട് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. നിങ്ങൾ ദൈവത്തെ പോലാകുന്നത് ആർക്കിഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. അത്രയൊന്നും നിങ്ങൾ ആവണ്ട. ദൈവത്തിന് നിങ്ങളോട് ഇവിടെ ഇരുന്നാ മതി. ഒരു അസൂയ, ഇച്ചിരി അസൂയ, ഈഗോയും പ്രൈഡും ഒക്കെ ഉള്ള ആളാത്. നീ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞതാണ് ഇതിന്റെ ഫലം തിന്നരുതെന്ന്. ഒരിക്കലും പിശാച് പറഞ്ഞില്ല പിശാചിനെ പോലെ ആകുമെന്ന്. കാരണം പിശാചിനറിയാം അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ഇത് പറിച്ച് കഴിക്കുകയില്ല, അവനെ കാണാൻ കൊള്ളുകയില്ലെന്ന് അവനറിയാം. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞത് ഇത് നിങ്ങൾ തിന്നാൽ ദൈവത്തെ പോലാകും, ദൈവത്തെ പോലാകും എന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് ദൈവം നിങ്ങളോട് പറഞ്ഞത് ഇത് തിന്നരുതെന്ന്. അപ്പൊ ദൈവത്തിന് നിങ്ങളോടുള്ള അസൂയ കൊണ്ട്, കുശുമ്പ് കൊണ്ടാ പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് എന്നോട് ആ പുള്ളിക്ക് എന്തോ ഒരു ജലസ്യം, എന്റെ ശുശ്രൂഷയോട് എന്തോ ഒരു അസൂയുണ്ട്. എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഈഗോയാ പാസ്റ്ററെ, ഭയങ്കര അസൂയ എന്നോട്. എനിക്ക് ആ സാലറി കൂടുതൽ. മാമേ നിനക്ക് എവിടുന്ന് കിട്ടി ദൂത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ദൂത് അകത്ത് കിട്ടിയത് ദൈവം തന്നതല്ല. ഒരിക്കലും ഒരു ബന്ധത്തിനകത്തും ജലസി ഉണ്ടാകരുത്. അസൂയയില്ലാത്ത ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് വാ തുറന്ന് പറഞ്ഞ, അസൂയയില്ലാത്ത മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണത്. വേറൊരാളുടെ നന്മയിൽ, ഉയർച്ചയിൽ നമുക്ക് ജലസി ഉണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്. നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. മറ്റൊരാളുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഒരാൾക്കൊരു വാഹനം ലഭിച്ചാൽ, ഒരു വീട് ലഭിച്ചാൽ, ഒരു നന്മ കിട്ടിയാൽ അവർ ഭയങ്കര സന്തോഷമുള്ളവരായിരിക്കണം. ആ നല്ല മനസ്സിനെ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഈ അസൂയയും പകയും കുശുമ്പും ഒക്കെ ആയിട്ട് നടക്കുന്നവർ എങ്ങും നന്മ പ്രാപിച്ചത് ഞാൻ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവർ. അവർക്കൊന്നും ഉറക്കം പോലും ഇല്ല. സത്യത്തിൽ ആരുടെയൊക്കെയോ കാര്യം ഓർത്ത് അവരുടെ ഉറക്കം പോലും അവർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എനിക്കുള്ളത് എൻ്റെ ദൈവം തരും, എനിക്കുള്ളത് എൻ്റെ കർത്താവ് തരും,
എനിക്കുള്ളത് എൻ്റെ ദൈവം ഒരുക്കിയിട്ടുള്ളത്. അവനുള്ളത് ദൈവം അവന് കൊടുത്തു, അവനുള്ളത് ദൈവം അവന് കൊടുത്തു, അവനുള്ളത് ദൈവം അവന്റെ കണക്കിൽപ്പെടുത്തി, എൻ്റെ കണക്കിലുള്ളത് ദൈവം എനിക്ക് തരും എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ കുടുംബ ബന്ധത്തിനകത്ത് പൈശാചിക ശക്തികൾ പോരാടരുത്. ഞാൻ ആ ഫാമിലിക്കകത്ത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി നിൽക്കുന്നത്. സംശയവും തെറ്റിദ്ധാരണകളും ഒന്നും നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് വരരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഒരു വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാമോ? സഹോദരിമാർക്കാണേ, പെട്ടെന്ന് വായിക്കണം, നേരെ ഇല്ലാത്തതുകൊണ്ടാണ്, പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കണം. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 18-2-3. യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ട് പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചത് കൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായ പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോകുന്നു. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത്. അപ്പം അഖിലാവിനും പ്രിസ്കില്ലയ്ക്കും അവരുടെ ജോലി എന്തുവാ? ടെന്റ് മേക്കിംഗ് ആയിരുന്നു. പൗലോസ് എടുത്ത ജോലി എന്തുവാ? കൂടാരപ്പണി, ടെന്റ് മേക്കിംഗ് ആയിരുന്നു. അപ്പൊ തൊഴിലൊന്നായതുകൊണ്ട്, കാഴ്ചപ്പാടൊന്നായതുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിച്ചു. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയുന്നു? നമ്മുടെ കാഴ്ചപ്പാട് ഒന്നാണെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ദർശനം ഒന്നാണെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ താല്പര്യങ്ങൾ ഒന്നാണെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് ഉത്സാഹത്തോടെ ആ വിഷയത്തിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ദൈവസഭയുടെ ഏറ്റവും വലിയ വിഷൻ ജാതി മത ഭേദമന്യേ യേശുവിന്റെ വചനത്തെ എല്ലാവർക്കും കൊടുക്കുക, എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നയിക്കുക, ആരും നരകത്തിൽ പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാകുക. ഈ ലോകത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മ ശുശ്രൂഷയിലൂടെ വിടുതലുകൾ ഉണ്ടാകുക. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നവർ ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച്, അത് യോജിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രിയിലും ഈ ദൈവദാസന്മാർ ഇവിടെ വന്നിരിക്കുന്നതും പകലെല്ലാം മീറ്റിംഗ് നടത്തിയതും ഈ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നതും നമ്മളെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ ദർശനം ഒന്നായിരിക്കണം. തൊഴിലൊന്നായതുകൊണ്ട് അവർ ഒന്നിച്ച് ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്ത് പാർത്ത് വേല ചെയ്തു പോകുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് മനസ്സാകരുത്. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവെ, ഇരു മനസ്സിനെ ദൈവം വെറുക്കുന്നല്ലോ. എന്റെ ഹൃദയം എന്റെ ഭർത്താവിനോട് പറ്റിയിരിക്കട്ടെ, എന്റെ ഭാര്യയോട് പറ്റിയിരിക്കട്ടെ, മാതാപിതാക്കളോട് പറ്റിയിരിക്കട്ടെ, ദൈവിക ദർശനത്തോട് പറ്റിയിരിക്കട്ടെ, ദൈവിക ഉടമ്പടിയോട് പറ്റിയിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒറ്റ ദർശനം, ഒറ്റ ലക്ഷ്യം, ഒറ്റ മനസ്സാകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഉയർത്തിച്ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഓക്കെ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. സഹോദരിമാരെല്ലാം ഒന്ന് നോട്ട് ചെയ്തോണം. എല്ലാ സിസ്റ്റർമാരും, കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാം ഒന്ന് നോട്ട് ചെയ്തോ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. യൗവനക്കാരത്തികളെ, ടൈറ്റസ് chapter 2 verse 5. യെസ്. യൗവനക്കാരത്തികളെ, ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കുന്നു. സഹോദരിമാരോട് പറയുകയാണ് 5-ാം വാക്യത്തിൽ, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ നിങ്ങൾ ഭർത്തൃപ്രിയമാരായിരിക്കണം. നിങ്ങളുടെ പ്രിയം ആരോടായിരിക്കണം? ഭർത്താവിനോടായിരിക്കണം. ആ സ്നേഹം കുറഞ്ഞു കളയുന്ന ഭാര്യമാരെ ശ്രദ്ധിച്ചോണം. ആ സ്നേഹത്തെ കുറച്ചു കളയുന്ന, ആ സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ അസൂയകളോ അഹങ്കാരങ്ങളോ ഞാനെന്ന ഭാവമോ എന്തെങ്കിലും ഇന്ന് കൈവശമുണ്ടെങ്കിൽ ആ ശുദ്ധാത്മാവിനെ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി പുറത്താക്കണം. ഹല്ലേലൂയ. യൗവനക്കാരത്തികളെ, ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും. നിങ്ങളുടെ പ്രിയം ആരോടായിരിക്കണം? നിങ്ങളുടെ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ളവരെയും, നിങ്ങളുടെ ഭർത്താവിനേക്കാൾ കഴിവുള്ളവരെയും, നിങ്ങളുടെ ഭർത്താവിനേക്കാൾ വിദ്യാഭ്യാസമുള്ളവരെയും ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വരാം. പക്ഷെ അതൊന്നും നിങ്ങളുടെ ഭർത്താവാകുന്നില്ല. നിങ്ങളുടെ അപ്പനേക്കാൾ നല്ല ശമ്പളം കിട്ടുന്ന അങ്കിളുമാരെ നിങ്ങൾ കണ്ടെന്ന് വരാം. പക്ഷെ അപ്പനെ മാറിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഭർത്തൃപ്രിയമാരും
പുത്രപ്രിയമാര്, നിങ്ങൾക്ക് ദൈവം തരുന്ന തലമുറകളോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് അവരുടെ മക്കളോട് ഭയങ്കര സ്നേഹ. ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും. പിന്നെ 5-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നേ? സുബോധവും. എനിക്കറിയത്തില്ല എന്താ ഈ സഹോദരിമാരുടെ കാര്യം പറഞ്ഞപ്പം ബോധമുള്ളവരായിരിക്കണമെന്ന് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും. എല്ലാരും ഒന്ന് പറഞ്ഞേ, എല്ലാ സഹോദരിമാരും ഒന്ന് പറഞ്ഞ സൂമിലൊന്ന് നോക്കട്ടെ, എല്ലാരും ഉണ്ടോന്ന്. ആഹാ, ഇന്നലത്തെ തെളിച്ചമില്ലല്ലോ ഇന്ന് മുഖത്ത്. സ്തോത്രം. ഒന്ന് ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്ന? സുബോധവും ആദിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും. ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് വീട്ടുകാര്യം നോക്കുക, വീട് നോക്കുക, ആ കുടുംബത്തെ നടത്തുക, ആ കുടുംബത്തെ പുലർത്തുക, ആ വീട് പണിയുക. ഹല്ലേലൂയ. കാരണം സദൃശ്യവാക്യങ്ങളൊന്നും എടുക്കാവോ? പെട്ടെന്നെടുത്ത് 14:1 വായിക്കാവോ? സദൃശ്യവാക്യം 14:1. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈയാൽ പൊളിച്ചു കളയുന്നു. The wise woman builds her house. Hallelujah. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ, PhD ആയിരിക്കും, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഭാര്യമാര് വീട് പൊളിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലല്ലേ? PhDയും ഡോക്ടറേറ്റും ഒക്കെ പുള്ളിക്കാരിക്കുണ്ട്. ഇവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെയാ പഠിച്ചത്. പക്ഷെ നല്ലതായിട്ട് കുടുംബം പൊളിക്കാൻ അറിയാം. ഞാൻ പറയുന്നത് ഈ ജ്ഞാനം, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നെന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ചല്ല, എടുത്ത ഡോക്ടറേറ്റിനെ കുറിച്ചല്ല, മേടിച്ച ശമ്പളത്തെ കുറിച്ചും അല്ല. ആ ജ്ഞാനം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുന്ന ജ്ഞാനമാണ്. ഓ, ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ദോഷത്വമുള്ളവളോ അത് സ്വന്തം കൈയാൽ പൊളിച്ചു കളയുന്നു. ദൈവം നമ്മളെ ഒരു സഭയിലോ ഒരു വീട്ടിലോ ഒരു കുടുംബത്തിലോ ഒക്കെ ആയിരിക്കുന്നത് പൊളിക്കാനല്ല. കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് പണിയാനാ. കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് പണിയാനാ. ഇന്ന് രാത്രിയിൽ ചില ഭാര്യമാരെ നോക്കി, സഹോദരിമാരെ നോക്കി, യേശുവിൻ നാമത്തിൽ ഞാൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭവനം പണിയുന്നവരായിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീട് പണിയുന്നവരായിരിക്കട്ടെ. ഇപ്പോ ഭർത്താവിന്റെ സഹോദരങ്ങൾ തമ്മിൽ അകൽച്ചയായിരിക്കാം. അകൽച്ചയാണെങ്കിൽ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഈ ജ്ഞാനമുള്ള ഭാര്യയ്ക്ക് കഴിയും. സ്തോത്രം. ഭർത്താവിന്റെ അമ്മയും ഭർത്താവിന്റെ സഹോദരങ്ങളെയും ഭർത്താവിന്റെ കുടുംബത്തിലുള്ളവരെയും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ തൻ്റെ അമ്മയും തൻ്റെ സഹോദരങ്ങളെക്കാളും അധികം അവരെ സ്നേഹിക്കുകയും ഇവരെ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനും പിണങ്ങിയിരിക്കുന്നവരെല്ലാം ഒന്നിപ്പിക്കാനും അതൊക്കെ പറ്റുമെന്ന് പ്രത്യേക കഴിവുണ്ട് അവർക്ക്. അതിന് ജ്ഞാനമുള്ള സ്ത്രീകൾക്ക് അത് പറ്റും. എന്നാൽ ഭർത്താവിൻ്റെ അമ്മയും സഹോദരന്മാരും വീട്ടുകാരും എല്ലാം വളരെ സ്നേഹമായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരുന്നതാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഇളയവൻ കല്യാണം കഴിച്ച് 10 ലക്ഷം രൂപയും ഒരുമാതിരി കാറും 100 ഭൂതമുള്ള ഒരു സാധനത്തെ വീട്ടിൽ കൊണ്ടുവന്നു. മനസ്സിലായില്ലല്ലേ? പണ്ട് അങ്ങനെയായിരുന്നു ഞാൻ പ്രസംഗിക്കും പറയുന്നത്. 10 ലക്ഷം രൂപയോ ഒരുമാതിരി കാർ, ഒരു മാരുതി കാർ എന്നാന്നേ. 100 ഭൂതവും വീട്ടിലോട്ട് വന്ന് കയറി. ഭൂതം വന്നതിൻ്റെ അന്ന് മുതൽ 10 ഭൂതം അമ്മായിമ്മയ്ക്ക് കിട്ടി. 10 ഇമ്പാർട്ടേഷൻ. എല്ലാവർക്കും ഇമ്പാർട്ടേഷനായി. സ്തോത്രം. വീട് മൊത്തം ഭൂതമായി. എല്ലാം 4 വഴിക്ക് അടിച്ച് പിരിഞ്ഞ്. അപ്പൊ ആ വീട്ടിലോട്ടും ആരും വരികയില്ല. ഭർത്താവിന്റെ അമ്മയും അങ്ങോട്ട് വരികയില്ല. ആങ്ങളമാരും വരികയില്ല. ചേട്ടന്മാരും വരികയില്ല. ഈ സാധനത്തെ കാണുമ്പോൾ തന്നെ ബോധവും പോവും. ആരും മിണ്ടുന്നില്ല. സ്തോത്രം. അങ്ങനെയാണോ പറയുന്നത്? സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈയാൽ പൊളിച്ചു കളയുന്നു. തുറന്ന് പറഞ്ഞേ, പൊളിക്കാനല്ല കർത്താവിനെ നിർത്തിയിരിക്കുന്ന, പണിയാനാ. സഭയ്ക്കകത്ത് നിൽക്കുന്ന വിശ്വാസികൾ, ശുശ്രൂഷകർ, ദൈവമക്കളോട് ഞാൻ പറയട്ടെ, കർത്താവ് നമ്മളെ, എൽഷദായി കുടുംബത്തോട് ഞാൻ പറയാ, ദൈവം നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് മറ്റൊന്നിനും അല്ല, കർത്താവിന്റെ രാജ്യം പണിയാനാ, ദൈവത്തിന്റെ രാജ്യം എക്സ്പാൻഡ് ചെയ്യാനാണ്. അതാണ് നെഹമ്യാ 2:20 പറയുന്നത്, വരുവിൻ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഞങ്ങളുടെ ആരോഗ്യം, സമയം, ജീവിതം, പണം ഞങ്ങൾക്ക് തന്നതെല്ലാം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഉപയോഗിക്കും. കുടുംബത്തിനകത്ത് സഹോദരിമാരോട് പറയട്ടെ,
ഭവനത്തെ പണിയ കുഞ്ഞുങ്ങളെ. പിണങ്ങിയിരിക്കുന്നവരെ ഒന്നിച്ചു കൊണ്ടുപോകും. മിണ്ടാത്തവരോട് മിണ്ട്, സഹകരിക്കാത്തവരോട് സഹകരിക്ക്. ഹല്ലേലൂയ. ആരെയും തമ്മിൽ അടിപ്പിക്കല്ലേ, തമ്മിൽ അകറ്റല്ലേ, തമ്മിൽ പിണക്കല്ലേ, പിണക്കത്തിന്റെ ആത്മാവ് കൊടുക്കല്ലേ, തെറ്റിദ്ധരിപ്പിക്കല്ലേ, ചതിക്കല്ലേ. യാക്കോബിന്റെ ചരിത്രമൊക്കെ എനിക്ക് പറയാനുണ്ട്. യാക്കോബിന്റെ ചരിത്രമൊക്കെ പറഞ്ഞ ഇന്ന് രാത്രി തീരില്ല മെസ്സേജ്. ചതിച്ചവൻ ചതിക്കപ്പെടുമെന്നുള്ള മെസ്സേജ്. പ്രൈസ് ഗോഡ്. ചതിച്ചവൻ ചതിക്കപ്പെടും. അങ്ങനെ ആകരുത് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാം വീടുകളിൽ സ്നേഹത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. നിങ്ങൾക്ക് സഭയോടുള്ള ബന്ധത്തിൽ ഐക്യതയുടെ, സ്നേഹത്തിന്റെ, സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. കർത്താവേ, ഇന്ന് രാത്രിയിൽ വിവിധ നിലകളിൽ പൊളിഞ്ഞു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് പണിയുകയാണ്. പൊളിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളെ ദൈവാത്മാവ് പണിയുകയാണ്. പൊളിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളെ ദൈവാത്മാവ് പണിയുകയാണ്. ഇത് വെറുതെ ഒരു വചനം ഞാൻ പറയുകയല്ല. ഇന്ന് രാത്രി ഒരു പ്രവചനമായി, ഒരു ദൂതായി, ഒരു ആലോചനയായി ചിലരോട് അറിയിക്കുന്നു. പൊളിഞ്ഞു കിടക്കുന്ന എല്ലാ ബന്ധങ്ങളെയും, നിനക്ക് ബന്ധനമെന്ന് തോന്നിയ ബന്ധങ്ങളെയും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പണിയുകയാണ്. സമയങ്ങൾ മുൻപോട്ട് പോയതുകൊണ്ട് എനിക്കതിന്റെ ഒരു ഭാഗം, ഭാര്യ ഭർത്താക്കന്മാരെന്ന ഒറ്റ ഭാഗമേ തൊടാൻ പറ്റുള്ളൂ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ദാസന്മാരും യജമാനന്മാരും തമ്മിലുള്ള ബന്ധം മറ്റൊരവസരത്തിൽ ഞാൻ തൊടുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. ഇനിയുള്ള മിനിറ്റുകൾ ആരും ഇതിന്ന് ലെഫ്റ്റ് ആയി പോകരുത്. ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഒരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസന്മാരെ വന്നാട്ടെ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശേഷിച്ച് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, സൂമിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ചില സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ദൈവകൃപ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മ പകരാൻ പോവുകയാണ്. ഏതൊക്കെയോ സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ആത്മാവിനെയും അസ്വസ്ഥമാക്കുന്നു. എവിടെങ്കിലും നിങ്ങൾ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ, ഈ മെസ്സേജ് നിങ്ങളോട് അറിയിച്ച സമയത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓർത്ത് ഭാരപ്പെട്ട് ആകുലപ്പെടുകയല്ല നിങ്ങൾ വേണം. നിങ്ങളെ നീതീകരിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളെ കുറ്റപ്പെടുത്താത്ത ഒരു യേശുവുണ്ട്. തള്ളിപ്പറഞ്ഞ പത്രോസിനെയും തിബരിയാസ് കടൽക്കരയിൽ കനലിൽ ചുട്ട അപ്പവും മീനുമായി കാത്തിരുന്നൊരു യേശുവുണ്ട്. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് കർത്താവ് ചോദിക്കുമ്പോൾ, കർത്താവേ എന്നവൻ പറഞ്ഞു. രണ്ടാമതും ചോദിച്ചു. മൂന്നാമത് ചോദിച്ചപ്പോൾ പീറ്റർ പറയുകയാണ്, കർത്താവേ, നീ സകലതും സർവവും അറിയുന്നു. രാത്രി എത്ര കുടുംബങ്ങൾ പറയും, എന്റെ അവസ്ഥ ദൈവം അറിയുന്നു, എന്റെ സാഹചര്യം ദൈവം അറിയുന്നു, എന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധികൾ, ഞാൻ അനുഭവിക്കുന്ന ആത്മീയ പോരാട്ടങ്ങൾ, സ്പിരിച്വൽ ഫൈറ്റ്സ് ദൈവം അറിയുന്നു. സ്വർഗമേ, ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി ഇറങ്ങണമേ. ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞു പോയെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ അറ്റുപോയെങ്കിൽ, അതിനെയെല്ലാം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ റീബിൽഡ് ചെയ്യുകയാണ്. മക്കളെ, സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സ്നേഹമെല്ലാം പൊറുക്കുന്നു. ഹല്ലേലൂയ. എല്ലാം ക്ഷമിക്കാനും എല്ലാം പൊറുക്കാനും പരിശുദ്ധാത്മാവ് നിനക്ക് കൃപ തരും. നിന്റെ ഹൃദയത്തിലെ വേദന ദൈവത്തിനെ അറിയുള്ളൂ. വ്യക്തികൾ സമ്മാനിച്ച വേദന, കുടുംബങ്ങൾ സമ്മാനിച്ച വേദന, സഹോദരങ്ങൾ സമ്മാനിച്ച വേദന, മക്കൾ സമ്മാനിച്ച വേദന, മാതാപിതാക്കൾ തന്ന വേദന, സഹപ്രവർത്തകർ തന്ന വേദന, ആ മുറിവ് നിന്റെ ഉള്ളിലുണ്ട്. സകല മുറിവുകളെയും ഉണക്കുന്ന ആ നല്ല ശമരിയൻ, സകല മുറിവുകളെയും ഉണക്കുന്ന ആ നല്ല ശമരിയൻ രാത്രി എണ്ണയും വീഞ്ഞും നിന്റെ മുറിവിലേക്ക് പകരുകയാണ്. നിന്റെ ഹൃദയത്തിനേറ്റ മുറിവുകളിലേക്ക് അത് പകരുകയാണ്.
നിന്റെ ചിന്തകളിലേറ്റ മുറിവുകളിലേക്ക് അത് പകരുകയാണ്. ആ ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകൾ അടച്ചേ, കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ഉടഞ്ഞുപോയ പാത്രമാണേ, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും കഴിയാതെ ഞാൻ തള്ളപ്പെട്ട് കിടന്നു. കർത്താവേ, കുശവനെ, നിൻ കരം എന്നെ നീട്ടി പിടിച്ചല്ലോ, നീട്ടിയെടുത്തല്ലോ. വീണുപോയ ഇടങ്ങളിലെല്ലാം എന്റെ തലയെ ഉയർത്തിയല്ലോ.